ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ഇതുവരെ എബനേസറാ എന്നോടു കൂടെയും ഇരുൾമൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ. ഇതുവരെ എബനേസറാ. ആ ഭവനത്തിൽ, ആ ഓഫീസിൽ, ആ ഹോസ്പിറ്റലിൽ കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളോട് ചേർന്ന് ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും. ഇതുവരെ എബനേസറാ എന്നോടു കൂടെ ഇരുൾമൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ. ഇതുവരെ എബനേസറാ. We appreciate everyone for joining us from different nations of the world. വെളിച്ചമായി വന്നിതാ. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ ബഹുമാന്യ പ്രിയമുള്ളവരെയും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. Jesus has great things in store for us. യേശുവിന് നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായ കാര്യങ്ങൾ കരുതലുണ്ട്. And today is the day that you and I are going to move in the steps of faith and inherit everything that God wants us to inherit in this season in our lives. നമ്മുടെ ജീവിതത്തിൽ യേശു നമുക്കായി കരുതിയ മുഴുവൻ ഈ സീസണിൽ യേശുവിലുള്ള വിശ്വാസത്താൽ മുൻപോട്ട് പാദങ്ങൾ വെച്ച് നമ്മളത് പ്രാപിക്കുന്ന പകലായത്. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് ഇരുമൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പോലാകുവാൻ, നിൻ സ്നേഹം പാടുവാൻ, Holy Spirit, നിൻ നാമം ഉയർത്തുവാൻ, nothing but to serve you. We pray that your Spirit will invade every corner of our nation and our lives. പരിശുദ്ധാത്മാവേ ആരാധിക്കും ദൈവാത്മാവേ. ആ വീടുകളിൽ, ആ ഹോസ്പിറ്റലുകളിൽ, റീജിയണൽ ക്യാൻസർ സെന്റർ, മെഡിക്കൽ കോളേജുകളിൽ, എയർപോർട്ടുകളിൽ, ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ, കോർപ്പറേറ്റ് വേൾഡ്, മാർക്കറ്റുകളിൽ, യാത്രകളിൽ, ട്രെയിനിൽ ഇന്ന് പകൽ അനേകർ നമ്മോടൊപ്പമുണ്ട് ആരാധനയിൽ. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവേ ഇരുൾമൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ. ഇതുവരെ എബനേസറാ എന്നോടു കൂടെയും ഇരുൾമൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ ദൈവാത്മാവേ. When the day of Pentecost had fully come, they were all with one accord in one place. And suddenly there came a sound from heaven
as of a rushing mighty wind, and it filled the whole house where they were sitting. Then there appeared to them divided tongues as of fire, and one sat upon each of them. And they were all filled with the Holy Spirit, and began to speak with other tongues as the Spirit gave them utterances. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ എല്ലാവരും ഒരു മനസ്സോടെ മാളിക മുറിയിൽ കൂടിയിരുന്നു. അവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. രാജ്യങ്ങൾ രാജ്യങ്ങൾ വിവിധ ജനതകൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളിൽ താങ്കൾ ഇരിക്കുന്ന മുറിക്കകത്ത് അപ്പോസ്തലപ്രവൃത്തി 2 നടന്ന കാര്യം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്കായി ചെയ്തു തരുവാൻ ഇഷ്ടപ്പെടുന്നു. ഈ മുറിക്കകത്തും അതുപോലെ താങ്കൾ ഇരിക്കുന്നിടത്തും എന്നിലേക്കും താങ്കളിലേക്കും ഒരുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവേ ഉറക്കെ 2 കരങ്ങളും യേശുവേ 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 അങ്ങേ ആരാധിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ ദിവസം ഈ പ്രാരംഭ വേളയിൽ ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ. Don't be troubled by anything that is going to intimidate you from outside or from within. അകത്തുനിന്നാകട്ടെ പുറത്തുനിന്നാകട്ടെ ഒരു ശക്തിയും താങ്കളെ ഭയപ്പെടുത്തി ദൈവം താങ്കൾക്ക് വേണ്ടി കരുതിയ ആ വിടുതലിൽ നിന്ന് അകന്നു പോകുവാൻ സമ്മതിക്കരുത്. യേശുവിൽ വിശ്വസിച്ച് 2 കരങ്ങളും ഉയർത്തി ചേർന്ന് ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ യേശുവേ 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 അങ്ങേ ആരാധിക്കും. യേശുവേ യേശുവേ 2 കരങ്ങളും ഉയർത്തി 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് യേശുവേ യേശുവേ അങ്ങേ ആരാധിക്കും. മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞാൻ നിങ്ങൾ താങ്കൾ നിറയപ്പെടുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവ് ഉച്ചരിക്കാൻ നൽകുന്ന അന്യഭാഷയിൽ നമ്മൾ ഇന്ന് പകൽ സംസാരിക്കും. അവരവരോട് തന്നെ പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി കരുതിയ സമയം വന്നു കഴിഞ്ഞു. ദൈവം തന്റെ നിത്യതയുടെ പദ്ധതിയിൽ എന്റെ എഴുന്നേറ്റത്തിനായി, എന്റെ സ്വാതന്ത്ര്യത്തിനായി, എന്റെ വിടുതലിനായി ദൈവം ഒരുക്കിയ സമയം വന്നു കഴിഞ്ഞു. ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. എല്ലാവരും ചേർന്ന് ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ഒരിക്കൽ കൂടെ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. യേശുവേ 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 അങ്ങേ ആരാധിക്കും. എല്ലാവരും യേശുവേ 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 അങ്ങേ ആരാധിക്കും. സ്നേഹം പാടുവാൻ നിൻ നാമം ഉയർത്തുവാൻ നിൻ സേവ ചെയ്യുവാൻ നിന്നെ
നിന്നെ പുലർത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുലർത്തുവാൻ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. അനേക വീടുകളിൽ പല സ്ഥലങ്ങളിലും ഇന്ന് കറണ്ട് കിട്ടുന്നില്ല. പലരും വിഷമം കരഞ്ഞുകൊണ്ട് ഇവിടെ ടെലഫോണിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം, എല്ലാം നോർമലായി ഫംഗ്ഷൻ ചെയ്യുവാൻ. കേരളം മുഴുവൻ യേശുവിന്റെ നാമത്തിൽ, ലോകത്തിന്റെ ഏതൊരു രാജ്യത്തും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ടവരുണ്ടോ? എന്റെ കർത്താവെ, അവധി ക്രമീകരിച്ച് നിന്റെ സന്നിധിയിൽ അവരായിരിക്കുമ്പോൾ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാം നോർമലായി ഫംഗ്ഷൻ ചെയ്യട്ടെ, സുഗമമായി ഫംഗ്ഷൻ ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. Let there be electricity in Jesus' name. ആരാധിക്കും ചേർന്ന്. ദൈവാത്മാവേ ദൈവാത്മാവേ എല്ലാവരും കരങ്ങളെ ചേർത്ത്. Come on, one more time. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ആ കൈകൾ കൂട്ടിയടിച്ച് ചേർന്ന്. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. എന്നേശുവേ 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 അങ്ങേ ആരാധിക്കും. എന്നേശുവേ 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 അങ്ങേ ആരാധിക്കും. Come on. എന്നേശുവേ 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 അങ്ങേ ആരാധിക്കും. ഇതുവരെ എബനേസറാ എന്നോടു കൂടെയും ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ. ആ സ്ക്രീനിലേക്ക് കരങ്ങൾ വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവാഹം താങ്കളുടെ ശരീരത്തിൽ, താങ്കളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് പകരുന്നു. മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേർ കൂടിയിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വിളർന്ന നാവുള്ളവനായി, അഗ്നി നാവുകളുള്ളവനായി അവരുടെ മേൽ ഇറങ്ങി നിന്നു എങ്കിൽ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ വ്യക്തിയിലും, ഓരോ കുടുംബത്തിലും, ഓരോ ദേശത്തും ഉണ്ടാകട്ടെ. അവിടുന്ന് പകർന്നു നൽകും. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് ശക്തമായി സംസാരിക്കും. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പുഷ്ടിപ്പെടുത്തും. Lord, here we are ready to receive what you have stored for us for this season, Lord. And Lord, we acknowledge that you are with us always. എന്നോടുകൂടെ എപ്പോഴുമുള്ള പെറ്റമ്മ മാറിയാലും മാറാത്ത യേശു, സുഹൃത്തുക്കൾ മാറിയാലും ഉപേക്ഷിക്കാത്ത യേശു, രാജ്യങ്ങൾ ഗവൺമെന്റുകൾ മാറി മറിഞ്ഞാലും മാറാത്ത യേശു. ആ രണ്ട് കരങ്ങളും ഉയർത്തി, രണ്ട് കരങ്ങളും ഞങ്ങളോട് ചേർന്ന് ഉറക്കെ. എന്നേശുവേ. റിയാദിൽ നൂറുകണക്കിന് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം വിശിഷ്യ ചേരുന്നുണ്ട്. കർത്താവേ, സൗദി അറേബ്യയിൽ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പ്രയർ ഗ്രൂപ്പുകളിൽ
യേശുവിന്റെ ആത്മാവിന്റെ വലിയ പകർച്ച ഇപ്പോൾ ഉണ്ടാകുമാറാകട്ടെ. കുവൈറ്റിൽ നിന്ന്, ബഹറിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഷാർജയിൽ നിന്ന്, UAE മുഴുവൻ നിന്ന് കർത്താവേ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. We release the blessings of God over their lives in Jesus' mighty name. കർത്താവേ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ ചർച്ചസിനായി, പാസ്റ്റേഴ്സിനായി ഞങ്ങൾ നന്ദി പറയുന്നു. We bless everyone who is joining us from South Africa in Jesus' mighty name. Let your power, let your anointing descend on them like never before. കർത്താവ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, ഫിലിപ്പൈൻസിൽ നിന്ന്, തായ്ലൻഡിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന് ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. We bless everyone who is joining us from Singapore, Malaysia, Philippines. Lord, I pray that your presence will sweep over the nations, Lord. And we bless everyone who is joining us from South America, North America and Canada, Lord. കർത്താവേ സൗത്ത് അമേരിക്കയിൽ നിന്ന്, നോർത്ത് അമേരിക്കയിൽ നിന്ന്, കാനഡയിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless everyone who is joining us from Australia and New Zealand and Europe, Lord. Every nation from Europe. യേശുവിന്റെ നാമത്തിൽ European nations, European Union, we bless those nations in Jesus' name. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless everyone joining us from different parts of this nation, India. ദൈവത്തിന്റെ ആത്മാവ്, the Spirit of God is going to take us to a higher level. ഉയർന്നൊരു മണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകും. എനിക്കറിയാം അനേകർക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇരിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ വലയത്തിനകത്ത് കഴിയുന്നവർ നിൽക്കുക, അല്ലാത്തവർ ഇരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കാൻ പോകുക. ദൈവത്തിന്റെ ശ്രേഷ്ഠരായ ഭക്തന്മാരെ ദൈവം നമ്മുടെ നടുവിലേക്ക് അയച്ചിട്ടുണ്ട്. പാസ്റ്റർ ഷാജൻ, ഡെലിവറൻസ് ചർച്ച് കോട്ടയം, പാസ്റ്റർ റോണി, എക്സഡസ് കുമ്പനാട് ചർച്ച്, പാസ്റ്റർ ദീപു, ഗ്രേസ് ചാപ്പൽ കോട്ടയം, പാസ്റ്റർ സിനു, ഗ്രേസ് ചാപ്പൽ കോട്ടയം, പാസ്റ്റർ രാജൻ ഊട്ടി. ശ്രേഷ്ഠരായ ദൈവഭക്തന്മാർ നമ്മോടൊപ്പം ശുശ്രൂഷിക്കാൻ പോകുകയാണ്. I tell you, today is going to be a remarkable day in your life. നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് expect great things from the Lord this morning. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. And the Lord wants to touch you, set everything in order in your life. ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ തൊട്ട് സകലത ക്രമപ്പെടുത്തുമ്പോൾ താങ്ക് യു. ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ച ദൂത ഞങ്ങളോട് അറിയിച്ചാണ്ട്. തീർച്ചയായിട്ടും പാസ്റ്റർ നമ്മൾ ഈ 3 ദിവസക്കാലം ഉപവാസത്തിന്റെ പ്രധാന വിഷയം പരിശുദ്ധാത്മാവിൽ ഉള്ള ജയജീവിതം. ആമേൻ. ഈ പരിശുദ്ധാത്മാവിനെ തരുന്നത് യേശുവാണ്. യേശുവിനെ വെളിപ്പെടുത്തിയത് യോഹന്നാനാണ്. യോഹന്നാൻ പറഞ്ഞത് ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇവൻ ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, ഇവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. എന്റെ പിന്നാലെ വരുന്നവൻ, I am bearing the testimony of somebody who is coming after me. He is going to baptize you in the fire of the Holy Spirit. Hallelujah. ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നിയിൽ. അന്ന് യോഹന്നാൻ വെള്ളത്തിൽ ഇറങ്ങി നിന്നതുപോലെ ഇന്ന് യേശു അഗ്നി തടാകത്തിൽ ഇറങ്ങി നിൽക്കുക. അവരുടെ വീട്ടിനകത്ത്, ആ ആശുപത്രിയിൽ, ആ ഓഫീസിൽ, അഭിഷേകം ചെയ്യാൻ the Holy Spirit of God is sweeping over the nations of the world. Come on. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്ന ദൂത് കേട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഗ്നി തടാകത്തിലേക്ക്, ആത്മാവിന്റെ അഗ്നി തടാകത്തിലേക്ക് ഇറക്കേണ്ടതിന് ശ്രദ്ധിച്ചേ പാസ്റ്റർ. എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മ
പ്രകാശിപ്പിച്ച ഒരു വാക്യം വേഗത്തിൽ ഞാൻ പറയാം. Please. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരുടെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. ശ്രദ്ധിച്ച പാസ്റ്ററെ, ഇതാരോടാ പറഞ്ഞത്? 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നു. പേടിച്ചിരിക്കുന്ന വാതിൽ അടച്ചിരിക്കുക, അകത്തൊന്ന് കുറ്റിയിട്ടിരിക്കുക, ഒരു വാതിലുമില്ല, പക്ഷെ അകത്ത് പ്രവേശിച്ചു ഇറങ്ങി. ഈ പകൽ ശത്രു അടച്ച വാതിലുകളെ കണ്ട ഇരുവഴികളെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് ജയിലുകളിലേക്ക് യേശു ഇറങ്ങുകയാണ്. യേശു ഇറങ്ങുകയാണ്. ജയിലുകളിൽ യേശു ഇറങ്ങുകയാണ്. ജയിലുകളിൽ യേശു ഇറങ്ങുകയാണ്. ജയിലുകളിൽ യേശു ഇറങ്ങുകയാണ്. ഇന്ത്യയിലെ ജയിലുകളിൽ യേശു ഇറങ്ങുകയാണ്. ഇന്ത്യയിലെ ജയിലുകളിലാണ്. യെസ്, ഇന്ന് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സംഭവിക്കുകയാണ്. ഇപ്പോൾ അത് സംഭവിക്കുകയാണ്. യെസ്, ശ്രദ്ധിച്ച പാസ്റ്റർ, യേശു ഇവരുടെ മേൽ ഊതുകയാണ് ഇപ്പോൾ. പക്ഷേ കർത്താവ് അന്ന് ഊതുന്നതിന് മുമ്പ് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ജീവനില്ലാതെ കിടന്ന ചലിക്കാൻ കഴിയാത്ത തന്റെ സൃഷ്ടിയുടെ മേൽ ഊതി. നമ്മള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്ന 7-ാമത്തെ വാക്യത്തിൽ, മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസമൂതി അവൻ ജീവനുള്ള രേഖയായി. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ജീവനില്ലായിരുന്നു, പക്ഷേ ഊതിയപ്പോൾ ജീവനുണ്ടായി. അന്ന് ഏദനിൽ ഇറങ്ങി, അന്ന് ഭയന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഇറങ്ങി. അന്നും അവൻ ജീവന്റെ ശ്വാസം ഊതി. ഭയന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ഇറങ്ങി ഈ ജീവശ്വാസം പകർന്നു. ഏദനിൽ തുറന്നു വിട്ട ദാനമായി തന്ന മനുഷ്യർക്ക് ദാനമായി തന്ന അതേ ജീവശ്വാസം ഏദനിൽ ഇവരുടെ മേൽ ഊതുമ്പോൾ കാട്ടുമൃഗങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവരുടെ മേൽ വന്നില്ല. ഇല്ല. ദൈവ സൃഷ്ടിയായ യേശുവിന്റെ കരവിരുതായ എന്നിലും നിന്നിലും അത് സംഭവിക്കും. എന്നിലും നിന്നിലും ഇപ്പോൾ അത് സംഭവിക്കും. ഇപ്പോൾ that means Eden is repeating. Amen. Experience of Eden is repeating. Yes. Edenil ലഭിച്ച ആത്മാവിന്റെ പകർച്ച ശ്രദ്ധിച്ച പാസ്റ്റർ, അന്ന് ഏദനിൽ ഇറങ്ങി അതേ സൃഷ്ടാവ് ഭയന്നവരുടെ നടുവിലേക്ക് ഇറങ്ങി. അതേ സൃഷ്ടാവ് ഇപ്പോൾ ഭയത്തിലിരിക്കുന്ന, തകർന്നിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന, പ്രത്യാശയില്ലാതിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലേക്ക് ഇപ്പോൾ ഇറങ്ങുക. എന്തിനാ? രോഗം നിമിത്തം, കടഭാര നിമിത്തം, ഉപദ്രവം നിമിത്തം, ചതിക്കപ്പെട്ട തള്ളപ്പെട്ട കുടുംബ പ്രശ്നം, മക്കളെ മാതാപിതാക്കളെ അപ്രതീക്ഷിതമായ അപകടം, ഏതെല്ലാം നിലയിൽ ഇവർ എഴുന്നേൽക്കും പേടിച്ച് ഭയന്ന് ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയുന്നു. ഈ ജീവശ്വാസം ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ അടിക്കാൻ തുടങ്ങിയ ഈ കാറ്റ് ഇന്നും അത് ചെങ്കടലിനെ വിഭജിച്ചു, തലയെ തകർത്തു. അങ്ങനെയെങ്കിൽ അതേ കാറ്റ് മാളിക മുറിയിൽ ഇറങ്ങി. ഇപ്പോൾ അതേ കാറ്റ് വീടുകളിൽ ഇറങ്ങുകയാണ്, പട്ടണങ്ങളിൽ ഇറങ്ങുകയാണ്, രാജ്യങ്ങളിൽ ഇറങ്ങുകയാണ്, ഇവിടെയും വീശുകയാണ്. അതേ ദൈവത്തിന്റെ ആത്മാവ് തന്റെ സഭയിൽ ഇറങ്ങുന്നു. ഇപ്പോൾ അത് പകർന്നുകൊണ്ടിരിക്കുകയാണ്, അഭിഷേകം ചെയ്യുകയാണ്. ഇപ്പോൾ ആ കാറ്റ് അത് സംഭവിക്കില്ലേ പാസ്റ്റർ? യെസ്, ഇപ്പോൾ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ അത് സംഭവിക്കുകയാണ്. രാജ്യങ്ങളിലേക്ക് ആത്മാവിന്റെ കാറ്റ്, കുടുംബങ്ങളിലേക്ക് ആത്മാവിന്റെ കാറ്റ്. താങ്കൾ ആഗ്രഹമില്ലേ ഈ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാൻ? ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പാസ്റ്ററെ, ഈ ദൂത് ദൈവത്തിന് ആത്മ തന്നപ്പോ പാസ്റ്റർമേൽ അതിനുള്ള അഭിഷേകം പകർന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഗെറ്റ് റെഡി. ആ സ്ഥലങ്ങളിൽ എഴുന്നേൽക്കുക. കഴിയുന്നവർ എഴുന്നേൽക്കുക, അല്ലാത്തവർ ഓടി സ്ക്രീനിലേക്ക് വരിക. സ്ക്രീനിലേക്ക് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, തകർന്നിരിക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് ഇപ്പോൾ യേശു ഇറങ്ങുകയാ. ഇപ്പോൾ യേശു ഇറങ്ങുകയാ. ഇപ്പോൾ അവനിൽ നിന്ന് ഒരു ജീവന്റെ ശ്വാസം നിന്റെ തലമേലിറങ്ങുകയാ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ, കർത്താവേ, ഇന്ന് പകൽ നീ ഞങ്ങളോട് കേൾപ്പിച്ച
ആ ദൂത ഏദനിൽ മരിച്ചു ജീവനില്ലാതിരുന്നവന് അവിടുത്തെ ആത്മാവിനെ പകർന്നേക്ക്. ഭയന്നിരുന്ന ശിഷ്യന്മാര് മുറി അകത്തടച്ചിട്ട് അകത്തിരുന്നവരുടെ മേൽ യേശു ഇറങ്ങി ആത്മാവിന്റെ അഗ്നി തടാകത്തിലേക്ക് അവരെ ഇറക്കിയതുപോലെ, അവരുടെ മേൽ ഊതിയതുപോലെ ഇന്ന് നിർജീവാവസ്ഥയിൽ, വിഷമിക്കുന്ന അനുഭവങ്ങളിൽ, പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന ഈ 16,000 ശിഷ്ടം ജീവിതങ്ങളുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ, അവരുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ ആത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. അങ്ങയുടെ ജീവൻ ഇറങ്ങട്ടെ. രോഗം മാറട്ടെ, ശാപം അഴിയട്ടെ, കെടുതികൾ മാറട്ടെ, ഉടന്തർ നടക്കട്ടെ, മരിച്ചവൻ ഉയർക്കട്ടെ. അവിടുന്ന് അത് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. ആയിരക്കണക്കിന് ദൈവത്തിന്റെ മക്കൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വേഗം അത് ഈ ഓൾട്ടറിൽ വരും. ദൈവജനം പ്രാർത്ഥിക്കും. യേശു നമുക്കായി അത്ഭുതം പ്രവർത്തിക്കും. 1.5 വർഷമായി തലമുറയില്ല, ജോലി ലഭിക്കണം, ഭവനം പണി തീരണം. ഞങ്ങളുടെ കുടുംബത്തെ പല കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറ ഉണ്ടാകട്ടെ. അവരുടെ ഭവനം പണി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഇഷ്ടമായ ജോലി കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്മിണി കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മരുമകൻ ജോർജ് തോമസിന് 58 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, 20 ലക്ഷം രൂപ കിട്ടാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തടസ്സകാരണമായി കിടക്കുന്ന സകല ശക്തികളും തന്റെ മകനെ ഹല്ലേലൂയ ജീവിതം വിട്ട് പുറത്തു പോകട്ടെ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകാരം വ്യക്തമായി വെളിപ്പെടുവാൻ, ആ കടങ്ങളെ പൂർണ്ണമായി വീട്ടുവാൻ തക്കവണ്ണം ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുന്ന കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ, ആത്മാവിന്റെ കർത്താവെ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഗ്രഹത്തെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സജിനി വെണ്ണിക്കുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ എല്ലാം കഴിഞ്ഞു, അതിന് തക്ക ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ദൈവം തുറക്കുന്ന വഴി തന്റെ പൈതലിനായിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. വിളിച്ചിരിക്കുന്നു. ശരീരവേദന, തൈറോയ്ഡ്, അനിയത്തിക്ക് ക്യാൻസർ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ജീവിതങ്ങളെ പല കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ശരീരത്തിൽ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ എന്ന രോഗത്തിന്റെ ശക്തി നിമിഷം ശരീരം വിട്ട് മാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നേഹ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മണിക്കുട്ടന് ഡയാലിസിസ് ചെയ്യുന്നു. കിഡ്നി പ്രോബ്ലം, PhD ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. തടസ്സങ്ങൾ മാറണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കിഡ്നിയുടെ പ്രോബ്ലം പൂർണ്ണമായി പുറത്തു പോകട്ടെ. ദൈവിക പ്രവൃത്തി അവന് വെളിപ്പെടട്ടെ. ആരോഗ്യവാനായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ പൈതലിന് കർത്താവേ, എല്ലാ തടസ്സങ്ങളും മാറിയ PhD ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ ബുദ്ധിയെ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ഒരു അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. അങ്ങേ ആരാധിക്കുന്നു ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കുന്നു. ഇതുവരെ എന്നോട് കൂടെ, ഞങ്ങളോടൊപ്പം കൈകൾ വെളിച്ചമായി വന്നിതാ. ഇതുവരെ എന്നോട് കൂടെയും ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. കുഞ്ഞുഞ്ഞമ്മ പാക്കിൽ ഭർത്താവിന് സുഖമില്ല, ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. മൈൽസിന്റെയും അസുഖം കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഷൈനു എറണാകുളത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 4.5 വർഷമായി കുട്ടികളില്ലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. കുഞ്ഞിന് വളർച്ച കുറവെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. എല്ലാം നോർമൽ ആകാൻ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ താങ്കളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്. എന്തു തന്നെയാണ് തടസ്സങ്ങളെങ്കിലും ഞാൻ ഉറപ്പായി പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി
ഞങ്ങളെ വേർതിരിക്കുമ്പോൾ, ആലോചന നൽകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് ഉറപ്പായി പറഞ്ഞു തന്നു, the spirit of God will invade every area, every nook and corner of our nation. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ മൂലയിലും മുക്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു കടന്നു കയറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. And we are just instrumental along with other servants of God. ദൈവത്തിന്റെ അനേക ശ്രേഷ്ഠരായ ഭക്തന്മാരോട് കൂടെ നിന്ന് ഞങ്ങൾ ശുശ്രൂഷ നിർവഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ താങ്കളുടെ വിടുതലിന്റെ പകല സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ 2 കരങ്ങളും ഉയർത്തി ചേർന്ന് ദൈവത്തിന്റെ ആത്മാവ് അടുത്ത തലത്തിൽ ദൈവത്തിന്റെ ആലോചന ഭക്തന്മാരായ കർത്തൃദാസന്മാരിലൂടെ നമ്മോട് അറിയിക്കാൻ പോകുക. Get ready for the word. ദൈവവചനത്തിനായി മാൻപേടകളെ പ്രസവിക്കുന്ന ദൈവത്തിന്റെ വചനം, കുന്നുകളെ മുട്ടാടുകളെ പോലെ തുള്ളിച്ചാടിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഈ വചനം വരുമ്പോൾ രോഗികൾ സൗഖ്യമാകും. യെസ്, പാറക്കെട്ടുകൾ തകരും. യെസ്, ദൈവത്തിന്റെ ആത്മാവ് തന്ന ആലോചന. ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പാസ്റ്റർ, ഈ ഒരു ഭാഗം പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ചെയ്തുകൊണ്ടിരുന്ന ദൗത്യം തന്റെ ശിഷ്യന്മാരിലേക്ക് കൈമാറി. ഹല്ലേലൂയ. അവർ യേശുവിന്റെ നാമത്തിൽ പോയി ഹല്ലേലൂയ ദൈവിക പ്രവൃത്തികൾ ചെയ്തു കൊണ്ടു. ഒരിക്കലും ഒരു മുടന്തനായ മനുഷ്യന് ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ. അവർ എഴുന്നേറ്റു. അനേകർ യേശുവിലേക്ക് വിശ്വസിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും സംഭവിച്ചത് ഇവ ശിഷ്യന്മാരെ അവർ ആ ന്യായാധിപ സംഘം ആ ദേശത്ത് തടഞ്ഞു. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഇനിയും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്. അവരങ്ങനെ തന്നെയാണോ പറഞ്ഞത്? സംസാരിക്കണം, അതോ സംസാരിക്കരുത്? അങ്ങനെ വിലക്കി. കാര്യം ഇവരുടെ പ്രസംഗത്തിലൂടെ, ഇവർ ചെയ്യുന്ന അത്ഭുതത്തിലൂടെ ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി, യേശു മരിച്ചു കിടക്കുന്നവരല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അനേകരിലേക്ക് ഈ വിശ്വാസം, യേശു ജീവിക്കുന്നവരെന്നുള്ള വിശ്വാസം വന്നപ്പോൾ അവര് പറയുക, ഇനി നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ അത്ഭുതം ചെയ്യരുത്. അവരെ അവിടെ വിലക്കി. ഹല്ലേലൂയ, ഇവരെ വിലക്കി, ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞ് ഇവരെ തടഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇവർ ചെയ്ത കാര്യം അവർ പറഞ്ഞതുപോലെ അനുസരിക്കുകയായിരുന്നില്ല ചെയ്തത്. പിന്നെ മറിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ സംസാരിക്കണമെന്നാ, നിങ്ങൾ പോയി അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞു. ആമേൻ. അതുകൊണ്ട് അവർ ചെയ്ത കാര്യം, അവർ ഒന്നിച്ച് ഒരിടത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. തടസ്സം വന്നപ്പോ, വിലക്ക് വന്നപ്പോ ഭയന്ന് ഒളിച്ചിരിക്കാതെ പകരം യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അവർ തീരുമാനമെടുത്തു. ലോക രാജ്യങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ തടസ്സമായി നിന്നത് മുഴുവൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവയെ മാറ്റുന്നു. ഇവർ പ്രാർത്ഥിക്കാനും വേണ്ടി അവർ കൂടിയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യം, ഇവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ ധൈര്യത്തിൽ ഇവർ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇവരോട് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ ദൈവസന്നിധി മുട്ടുമടക്കി. കാര്യം എന്തെന്നറിയാമോ? തിരുവചനം പറയുന്നു, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് അത് ഭയത്തിന്റെ ആത്മാവല്ല, അത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. ഇത് ഭയപ്പെട്ടിരിക്കാനുള്ളതല്ല, എഴുന്നേൽക്കുവാനുള്ളതാ. ഇന്ന് രോഗത്തിന്റെ മുമ്പ്, സാമ്പത്തിക ഭാരത്തിന് മുമ്പ്, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളുടെ മുമ്പ് ഈ ദൈവത്തിന്റെ ആത്മാവിനെ വഹിക്കുവാൻ, പ്രാപിക്കുവാൻ ആഗ്രഹമുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവർ ഒതുങ്ങിപ്പോയി. അനേകർ കട്ടിലേല് ഒതുങ്ങിപ്പോയി. അനേകർ സാമ്പത്തിക ഭാരത്തിൽ കുനിഞ്ഞുപോയി. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പകരം ധൈര്യത്തിന്റെ, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. Hallelujah. The spirit of God is not a spirit of fear, but of love and sound mind. Come on. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനെ
ദൈവജനത്തിന്റെ മേൽ Yes. പകരാൻ പോകുക. Pastor, preach the word. Come on, Hallelujah. പ്രസംഗിച്ചേ. Pastor, അവർ പ്രാർത്ഥിക്കാൻ നേരം ഉപയോഗിക്കുന്ന ഒരു വാക്യം എങ്ങനെയാ? സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും Yes. നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകേണ്ടതിനും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് കൃപ നൽകണം. Hallelujah. Hallelujah. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, നേരത്തെ ചെയ്തതിനും ശക്തമായി തന്നെ മുൻപോട്ട് പോകുവാൻ Yes. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നു തരണം. അത് മാത്രം മതി. Hallelujah. അത് മാത്രം മതി. അത് മാത്രം മതി. അത് മാത്രം മതി. ഏത് കൃപ? Yes. Come on. Hallelujah. തടസ്സങ്ങളെ മറികടക്കാൻ Amen. ദൈവകൃപ മാത്രം മതി. Yes. Hallelujah. പ്രാർത്ഥന വിഷയം അതാ. Yes. പ്രാർത്ഥനയുടെ വിഷയം അതാ. അവര് ചോദിച്ചത് കൃപ മാത്രമേ. കൃപ മാത്രം. Hallelujah. കൃപ മാത്രം. Glory to God. ദൈവകൃപ. എന്നോട് ചേർന്ന് കരങ്ങൾ Amen. ഉയർത്തി Amen. ഉറക്കെ വിളിച്ചു പറ, ദൈവകൃപ. ഈ തടസ്സങ്ങളെ മറികടക്കാൻ ദൈവകൃപ. ഈ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ ദൈവകൃപ. Amen. ഈ Hallelujah. രോഗത്തെ മറികടക്കാൻ ദൈവകൃപ. ഈ മരണനിഴലിൽ താഴ്വരയെ മറികടക്കാൻ ദൈവകൃപ. Amen. Amen. What we carry, Hallelujah. only the grace of God. Yes. നമ്മൾ വഹിക്കുന്നത് Yes. ഈ കൃപ മാത്രം. Amen. അങ്ങനെയെങ്കിൽ പാസ്റ്ററെ, Yeah. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി Amen. പാസ്റ്റർ ഒരു വാക്ക് Yes, പ്രാർത്ഥിക്കാമോ? Pastor. ഞാൻ ദൈവകൃപയുടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം Come കൂടെ on, Pastor. പറഞ്ഞാട്ട് പാസ്റ്ററെ. അല്ല, അവർ ദൈവത്തോട് കൃപ ചോദിച്ചു. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. Yes. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ Come on. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എന്റെ ദൈവമേ, എല്ലാരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അങ്ങനെയെങ്കിൽ Yes. ഇന്നും പരിശുദ്ധാത്മാവ് Amen. ഇന്നലെയും Yes. ഇന്നും Amen. എന്നേക്കും Amen. മാറ്റമില്ലാത്തവനാകിയ Yes. ഇരിക്കുന്ന ഇടത്ത് Hallelujah. ഈ കുലുക്കത്തിന്റെ പ്രത്യേകത Amen. ദൈവാത്മാവ് അയക്കുന്ന കുലുക്കമാണെങ്കിൽ Yes. കെട്ടിടം രണ്ടായി പിളരത്തില്ല, താഴേക്ക് Oh, പോകത്തില്ല, കെട്ടിടം അവിടെ തന്നെ നിൽക്കും. Amen. ഈ കുലുക്കം റിയൽ ആകിയ Oh, yes. കേരളം കണ്ടിട്ടില്ലാത്ത, Amen. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത Oh, yes. ദൈവത്തിന്റെ ആത്മാവിന്റെ Oh, Ralama, അയക്കപ്പെടുന്ന ശക്തിയാൽ ദൈവാത്മാവിന്റെ മഹത്വത്താൽ yes, ഇളകാതിരിക്കുന്ന ഇളകും. Amen. Yes. Hallelujah. ഇന്ന് പകൽ നമുക്ക് Glory to God. Come on, Yes, Pastor. Pastor. അതിന്റെ Please കാരണം come. എന്തെന്നറിയാമോ? Yeah, come on. അതിന്റെ കാരണം എന്തെന്നറിയാമോ? അവർ കൃപ ചോദിച്ചപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിടെ ഇളകി, അവിടെ കുലുങ്ങി. ഹല്ലേലൂയ. അധികം ധൈര്യം അവരുടെ മേൽ പകർന്നു. അത് കാര്യം എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ Ephesians പറയുന്നു. 3:20. ഇങ്ങനെ പറയുന്നു, Come on. നാം ചോദിക്കുന്നതിലും ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകലത് സംഭവിക്കാൻ പോകുക. Hallelujah. ആമേൻ. എന്റെ ജീവിതത്തിൽ Oh yes. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം അത്. Amen. ചോദിക്കുന്നതിൽ Yes. നിനയ്ക്കുന്നതിൽ. Yes. Come on. Hallelujah. അത്യന്തം വര. Yes. അമ്മച്ചി, അപ്പച്ച, Hallelujah. പിതാവേ, മാതാവേ, Thank you, Jesus. യുവാവേ, യുവതിയെ, Amen. ആ ഭാര്യ, ആ ഭർത്താവ്, ആ ആൺകുഞ്ഞ്, പെൺകുഞ്ഞ്, ആ പാസ്റ്ററെ, ആ ദൈവദാസി, ചോദിക്കുന്നതിൽ Yes. നിനയ്ക്കുന്നതിൽ Amen. ഉപരി. Yes. പാസ്റ്റർ, നമുക്ക് അങ്ങനെ ഒന്ന് Yes, പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പാസ്റ്റർ. ഈ കുടുംബത്തിൽ Oh, yes. ലോകത്തിന് അനേക രാജ്യങ്ങൾ Amen. പതിനായിരങ്ങൾ പങ്കുചേരുമ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ശുശ്രൂഷയിൽ ഒരു ബ്രേക്ക് ത്രൂ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ചോദിച്ചതില് നിനയ്ക്കുന്നതില് ഉപരിയായ ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി ഈ വചനം ദൈവാത്മാവ് തന്നെങ്കിൽ ആ വചനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപിക്കുന്നു. Hallelujah. Glory to God. പ്രാർത്ഥിക്കാം പാസ്റ്റർ. Yes, Jesus. Hallelujah. സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം അത് വെറുതെ അയക്കത്തില്ല. അത് ഏത് കാര്യത്തിന് വേണ്ടി അങ്ങ് അയച്ചോ അതിനെ പൂർത്തീകരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പല അങ്ങ് അയച്ച വചനപ്രകാരം കർത്താവ് ഇപ്പോൾ തന്നെ ആ മുറിക്കുള്ളില്, ആ ഭവനത്തിനുള്ളില് കർത്താവേ, ഹല്ലേലൂയ, അവർ ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായത്, അവർ നനയ്ക്കുന്നതിനേക്കാൾ ഉപരിയായ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അവർ ഉയരേണ്ടതിനായി, അങ്ങ് ആഗ്രഹിക്കുന്ന തലത്തിൽ അവർ പ്രയോജനപ്പെടേണ്ടതിനായി ഇപ്പോൾ തന്നെ അത് പകർന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. മലേഷ്യ ഉപവാസ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നു. എല്ലാ ദിവസവും പ്രോഗ്രാം കാണുന്നു. ആത്മീയമായി നല്ലൊരു ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ന്യൂസിലൻഡിൽ നിന്ന് മനു ആണത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. തലയിലെ പഴുപ്പ് മൂലം അമ്മ അബോധാവസ്ഥയിലായിരുന്നു. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുത സൗഖ്യം നൽകി. ഇന്നലത്തെ പ്രാർത്ഥനയിൽ 1 വർഷമായിട്ടുണ്ടായിരുന്ന കൈയുടെ വേദന അപ്പോൾ തന്നെ മാറി. മകൻ വെറ്ററിനറി ഡോക്ടർ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മകൻ അമേരിക്കയിൽ ജോലി സംബന്ധമായി വിഷമം വന്നപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. എല്ലാ തടസ്സങ്ങളും മാറി. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിലെ ചൊറിച്ചിലും പൈശാചികമായ സ്വപ്നങ്ങളെ കണ്ട് ഭാരപ്പെട്ടിരുന്നത് പൂർണ്ണമായി വിടുതൽ നൽകി. എന്തുമാത്രം വിടുതലുകൾ!
ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ വിടുതലേക്ക് ഡോക്ടേഴ്സ് കൈവിട്ട എത്രയോ വിഷയങ്ങളെ കർത്താവ് വിടുവെക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് എന്നോട് ചേർന്ന് താങ്കളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഈ 10,000 വിവരങ്ങളുടെ പാസ്റ്റർ രാജൻ നമുക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഈ കേട്ട വചനത്തിന്റെ ശക്തി ഇപ്പോൾ ഈ ജീവിതങ്ങൾ അവർ പ്രദാനം ചെയ്യുന്ന കുടുംബങ്ങളിൽ. பரலோக பிதாவே, இந்த நல்ல நேரத்துக்காக நன்றி செலுத்துகிறோம். இப்பொழுது கேட்கப்பட்ட அந்த வசனத்தின்படி ஒவ்வொரு வீடுகளிலும் ஆண்டவரே மரித்தவர்கள் எழுந்திருப்பார்களாக, முடவர்கள் எழுந்திருப்பார்கள், குருடர்கள் பார்வையிடுவார்கள், செவிடர்கள் கேட்கப்படுவார்கள். இயேசுவின் நாமத்தினாலே ஆதி அப்போஸ்தலருக்குள்ள இருக்கிற அந்த வல்லமை, அந்த அபிஷேகம் இப்பொழுது ஒவ்வொருவர் மேல இறங்கட்டும். ஹாஸ்பிடல்ல இருக்கிறவர்கள் எழுந்து நடப்பார்கள். உன் படுக்கை எடுத்துக்கொண்டு நடன்னு சொன்னீங்களே, இப்பொழுது இயேசுவின் நாமத்தினாலே அந்த பலவீனங்களிலிருந்து எழுந்து நடப்பார்கள். இயேசுவின் நாமத்தினாலே நீ குதித்து நட. உனக்கு இயேசுவின் நாமத்தில் கட்டளை கொடுக்கிறேன். தேவன் செய்த அற்புதங்களுக்காக நன்றி. தேவன் செய்த அற்புதங்களுக்காக நன்றி. உம்முடைய மகிமை வெளிப்படுத்திக் கொண்டிருக்கிறதற்காக நன்றி. இயேசுவின் மூலம் ஜெபிக்கிறோம் நல்ல பிதாவே. ஆமென். റേച്ചൽ പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകന്റെ വിവാഹം നടക്കണം, നല്ലൊരു ജോലി വേണം, ഒരു ഭവനം വേണം. കർത്താവേ, ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഭവനം കൊടുത്ത് നീ അവരെ അനുഗ്രഹിച്ചാട്ട്. പ്രത്യേക ആ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ട്. കർത്താവേ, ഒരു ഏറ്റവും ചേർന്ന ഒരു വിവാഹം നിന്റെ മകന് കൊടുത്താട്ട്. കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ മകനിൽ നിന്ന് അമർത്യമാരാശക്തി വിട്ടുമാറട്ടെ. ദൈവിക സമാധാനം കുടുംബം അനുഭവിക്കട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാലമ ചെങ്ങന്നൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകന്റെ കൈ ഒടിഞ്ഞ് പൂർണ്ണ സൗഖ്യം വേണം. കർത്താവേ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒടിഞ്ഞ അസ്ഥികൾ യേശുവിന്റെ നാമത്തിൽ യോജിക്കട്ടെ. എത്രയും കർത്താവ് ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ട്. ശരീരാത്മദേഹങ്ങളെ ബലപ്പെടുത്തിയാട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോളി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ജയിക്കും രാത്രി മുഴുവൻ പനിയും ചത്തുമായിരുന്നു. സൗഖ്യം വേണം. കർത്താവായ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം തൊട്ട് നിന്റെ മകനെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിന്ധ കരമനയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയറിലാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. മൂത്രം പോകുമ്പോൾ ബുദ്ധിമുട്ട്. കർത്താവെ, മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാനം അങ്ങ് കൊടുത്ത് അങ്ങ് അവളെ അനുഗ്രഹിച്ചാട്ട്. കർത്താവെ, ശരീരാമതികളെ ബലപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. പൂർണ്ണ ഒരു സൗഖ്യം നീ കൊടുത്താട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മകൾക്ക് MSc എക്സാം നടക്കുന്നു. മകളുടെ ഭർത്താവും ഒരുമിച്ച് താമസിക്കണം. ഭർത്താവ് വിദേശത്താണ്. തലമുറ വേണം. രണ്ടാമത്തെ മകളുടെ വിവാഹം നടക്കണം. യേശുവിന്റെ നാമത്തിന് വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായതിനാൽ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ചേർന്ന് താങ്ക് യു ഫോർ ആ ഭവനത്തിലേക്ക്, ജീവിതത്തിലേക്ക് കഴിയുന്നവർ എഴുന്നേറ്റ് Worthy is the Lamb. Jesus, you are on the cross. And down in your heaven, crucified. Worthy is the Lamb. Yes. Worthy is the Lamb. Worthy is the Lamb. Thank you, Pastor. കോട്ടയം പട്ടണത്തിൽ ശക്തമായ ദൈവം ഈ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തനായ ദൈവദാസന പാസ്റ്റർ ഷാജൻ, ഡെലിവറൻസ് ചർച്ച് കോട്ടയം.
അനേക ആയിരങ്ങളുടെ വിടുതലിന് കാരണമായി ദൈവം ഈ പ്രിയപ്പെട്ടവരെ കുടുംബമായി ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ മേൽ ഈ ശുശ്രൂഷയിലേക്ക് പകർന്നിരിക്കുന്ന ഒരു അഭിഷിക്ത ദൂതുണ്ട്. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ആയിരങ്ങൾ നമ്മോടൊപ്പം ഇപ്പോഴുള്ളപ്പോൾ കർത്താവ് പകർന്ന ദൂത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അറിയിച്ചാട്ട്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാവുന്നു. യെസ്, ദൈവാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയോടെ ലോകരാജ്യങ്ങളിൽ ഒരു ദൈവിക നടത്തിപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ ചിലപ്പോൾ മനുഷ്യന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെ ദൈവാത്മാവ് തടയും. പൗലോസ് അപ്പോസ്തലരുടെ അപ്പോസ്തല 16 വായിക്കുമ്പോൾ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അരുതെന്ന് വചനമല്ലേ പ്രസംഗിക്കുന്നത്, സുവിശേഷമല്ലേ. പക്ഷെ പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ആശയിലുള്ള പ്രസംഗമല്ലായിരുന്നു. അവിടെ പരിശുദ്ധാത്മാവ് വിലക്കി. അഭിഷേകത്താൽ നിറഞ്ഞ പൗലോസ്, അവൻ കൃപാവരങ്ങൾ നിറഞ്ഞ പൗലോസ്, ദൈവാത്മാവ് പറഞ്ഞു വിലക്കി. പിന്നെ മിഥുനക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തടഞ്ഞു. അപ്പൊ ദൈവാത്മാവ് നടത്തുന്നവനെ ആത്മാവ് വിലക്കും, ആത്മാവ് തടയും. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവിടെ താഴ്ത്തതുകൊണ്ട് പൗലോസിന് അവിടെ ഒരു ദർശനം കൊടുത്തു. ദർശനം കൊടുത്തപ്പോൾ ഒരു മക്കദോന്യയിലേക്ക് ഒരു സഹോദരൻ വന്ന്, മക്കദോന്യ ഒരു പുരുഷൻ വന്ന പൗലോസ് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ആ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസ് ഫിലിപ്പിലേക്ക് കടന്നു ചെന്നു. മക്കദോന്യ ചെന്നപ്പോൾ അവിടെ പ്രസംഗിക്കാൻ സ്ഥലമൊന്നുമില്ല, ഒരു വഴിയുമില്ല. ഒരു ദർശന പ്രകാരമായിട്ട് പൗലോസ് അവൻ മക്കദോന്യ ചെന്ന് അവിടെ പുഴവക്കത്താ കിട്ടിയത്. പുഴവക്കത്തിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പുഴയുടെ വക്കത്ത് നമ്മുടെ ഈ പമ്പയാറ് പോലെ, അതുപോലെ പുഴയുടെ അച്ചൻകോവിലാറ് പോലെ പുഴയുടെ വക്കത്ത് ദൈവമേ, ഞാനാണ് പോയി പ്രസംഗിക്കത്തില്ല. പുഴയുടെ വക്കിന് ആര് വരാനാ? പൗലോസിനോട് ദൈവം പറഞ്ഞു, നീ അവിടെ ചെല്ലണം, അവിടെ ചെന്ന് പ്രസംഗിക്കണം. പൗലോസ് ആ പുഴയുടെ വക്കത്ത് ചെന്നപ്പോൾ അവിടെ പള്ളിയില്ല, പ്രാർത്ഥനാലയമില്ല. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ലുദിയുടെ ഹൃദയം തുറന്നു. അതുവരെ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ കാതല്ല തുറന്നത്, ഹൃദയം തുറന്നു. ഹൃദയം തുറന്നു എന്ന് പറഞ്ഞാൽ ആശയിൽ പ്രസംഗിക്കരുതെന്ന് വിലക്കിയ പരിശുദ്ധാത്മാവ്, മിഥുനക്ക് തടഞ്ഞ പരിശുദ്ധാത്മാവ് പുഴവക്കത്ത് പ്രസംഗിച്ചപ്പോൾ ലുദിയുടെ ഹൃദയം തുറന്നു. ഞാനൊരു ദൂത് വിളിച്ചു പറയാം, ദൈവാത്മാവ് നടത്തുന്ന ഓരോ വ്യക്തികളും പ്രസംഗിക്കുമ്പോൾ ഹൃദയം തുറക്കാൻ പോവാ. ഇന്നത് സംഭവിക്കാൻ പോവാ. ലോക രാജ്യങ്ങളിൽ സംഭവിക്കുക. ഈ ദൂത പാസ്റ്റർമാർക്കുള്ള ദൂത. പൗലോസ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടോ. ദൈവാത്മാവ് പ്രസംഗിക്കുമ്പോൾ രോഗശാന്തിയിൽ മാത്രമല്ല, ഭൂതശാന്തിയിൽ മാത്രമല്ല, സഭ വർദ്ധിച്ച് പെരുകാൻ പോവാ. സഭ വർദ്ധിച്ച് പെരുകാൻ പോവാ. ലുദിയൻ കുടുംബം സ്നാനപ്പെട്ടു. മാത്രമല്ല അവിടുന്ന് പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ വെളിച്ചപ്പാടത്തി എന്ന് പറഞ്ഞ സ്ത്രീ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വളരെ ദിവസം പറയാൻ തുടങ്ങി. അപ്പൊ പൗലോസ് മുഷിഞ്ഞു. പൗലോസ് ദൈവത്തിന്റെ ദാസനല്ല, ദൈവത്തിന്റെ മകനാ. പക്ഷെ പിശാച് പറഞ്ഞു ഇത് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാർ. അപ്പോ പൗലോസ് പറഞ്ഞു മുഷിഞ്ഞിട്ട് അവളിലുള്ള ഭൂതത്തോളം, അവളോടൊന്നും പറഞ്ഞില്ല, അവളോട് പറഞ്ഞില്ല, അവളുള്ള ഭൂതത്തോട് പറഞ്ഞു ഇവിടെ വിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഭൂതങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ പാസ്റ്ററെ, ഈ ഓൾട്ടർ വെച്ചിരിക്കുന്ന അനേക വിഷയങ്ങളിൽ ആളുകൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, പൈശാചിക ശക്തി. ഇന്നലെ രാത്രിയിൽ ഒരു വ്യക്തി ഇതുപോലെ ഭയങ്കരമായ പ്രയാസത്തിൽ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സ്വാതന്ത്ര്യം നൽകി. ഇന്ന് ഈ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് തരുന്ന ഈ ദൂത് ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി, കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി, ശുശ്രൂഷയുടെ വിടുതലിന് വേണ്ടി, ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് അയക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് ജീവിതങ്ങളെ കെട്ടിവെച്ച ദുഷ്ടശക്തികളിൽ നിന്ന് ജീവിതങ്ങളെ വിടുവിക്കാൻ പോവാ. ദൈവം എന്റെ ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭൂതങ്ങളുടെ മേൽ ദൈവം ഒരു അധികാരം. ഞാൻ പല പ്രാവശ്യം അത് കേട്ടിട്ടുണ്ട്. ശുശ്രൂഷ തന്നെ ഭൂതങ്ങൾ, ഈ ആത്മാവ് നടത്തുന്നവനെ പിശാചിന് ഭയമാണ്. കാരണം ഈ ദൈവദാസനെ ദൈവം ശക്തമായ ഒരു നിലവാരത്തിൽ നിർത്തിയിരിക്കുന്നത്
പ്രത്യേകിച്ച് ദുരാത്മാക്കളുടെ മേല് ശക്തമായ ഒരു അധികാര ശുശ്രൂഷ ദൈവം ഈ ദൈവഭക്തന്റെ മേൽ നൽകിയിട്ടുണ്ട്. ഈ പകൽ മക്കളാകട്ടെ, അമ്മയപ്പന്മാരാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ശുശ്രൂഷകരാകട്ടെ, വിശ്വാസി ആകട്ടെ, അവിശ്വാസിയാകട്ടെ, ആരെയാണ് പിശാച് പിടിച്ചു വച്ചിരിക്കുന്നെങ്കിലും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് താങ്കളുടെ വിടുതലിന്റെ ദിവസമാണ്. സംസാരിച്ചാട്ടെ. അവിടുന്ന് ആത്മാവ് ആ ഭൂത ശാസ്തു ഭൂതം വിട്ട് മാറി നേരെ പോയത് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലേക്കാണ്. ആ അർദ്ധരാത്രിക്ക് അവർ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി. ഇന്ന് രണ്ടാമത് ദൂത് വരുന്നത് ഇളകി, ചങ്ങലകൾ പൊട്ടി, വാതിലുകൾ തുറന്നു. ദൈവാത്മാവ് നടത്തുന്നവൻ എത്ര കാരാഗ്രഹത്തിനകത്ത് പോയാലോ, കാരാഗ്രഹം പൊളിച്ചോ, എത്ര ബന്ധനങ്ങൾ, എത്ര കെട്ടുകൾ നിനക്കെതിരെ കെട്ടിയാലോ, ആഭിചാരങ്ങൾ കൊണ്ട് ബന്ധിച്ചാലോ, ദൈവത്തിനാവുന്നു നീ പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ കെട്ട് തമ്പുരാൻ പൊട്ടിക്കും, ബന്ധനങ്ങൾ തമ്പുരാൻ കഴിക്കും. ഒരു വാതിലല്ല, എല്ലാ വാതിലും തുറന്നോ. പക്ഷെ ഒരു ദൂതോട് പറഞ്ഞ ഞാൻ അവിടെ കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് വാതിൽ തുറന്നു കിടക്കുന്നതാണ് തന്നെത്താൻ കുത്തുവാൻ ഭാവിച്ചു. ഇവിടെയാണ് ദൈവാത്മാവ് നടത്തുന്നവന്റെ പ്രത്യേകത. പൗലോസ് വിളിച്ചു പറഞ്ഞു, അങ്ങേക്കൊരു ദോഷവും ചെയ്യരുത്. നമ്മളാണ് പറഞ്ഞാലേ, നീ ഞങ്ങളെ ഉപദ്രവിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചതാ ഞങ്ങളെ പ്രാർത്ഥിച്ചതിനെ കൊല്ലുവന്ന, പ്രാർത്ഥിച്ച് കൊല്ലുവന്ന, പകരം വിട്ടാൽ അവസരമല്ല. പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെ ഭയമുണ്ട് എന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതാ. നിന്നെ ഉപദ്രവിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ പോവാ, നിന്നെ തകർക്കാൻ ആഭിചാരം ചെയ്തവനാ, നിന്നെ തകർക്കാൻ എതിർ പ്രാർത്ഥന പ്രാർത്ഥിച്ചവനാ, അവനെ നീ മുക്കാൻ പോവാ. ഒരിക്കൽ കൂടെ നമ്മുടെ ഓഡിയൻസിനോട് ഒന്നുകൂടെ പറയുക. കാരാഗ്രഹ പ്രമാണി അടിപ്പിച്ച കൈയും കാലും ആമത്തിലിട്ട് കൂട്ടി ഏറ്റവും ഉപദ്രവിച്ചു. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞോ അമ്മ കെട്ടുകൾ പൊട്ടി, വാതിലെല്ലാം തുറന്നു. ഇന്ന് പ്രതികൂലത്തിന് നടുവിലിരുന്നോ, പ്രശ്നത്തിന് നടുവിലിരുന്നോ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ നിന്റെ സകല വാതിലും തുറക്കാൻ പോവാ, നിന്റെ സകല കെട്ട് പൊട്ടാൻ പോവാ. നീ ഇന്നൊരു സ്വതന്ത്രമായിട്ട് ദൈവത്തിനെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഈ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നമ്മൾ ആരാധിച്ചു കഴിയുമ്പോൾ നമുക്കെതിരായി നിൽക്കുന്നവരെ ദൈവം തകർക്കും. കാരണം ദൈവാത്മാവ് നടത്തുന്നവരെ അത്രക്ക് പവറാ. അവിടെ ആ കാരാഗ്രഹ പ്രമാണി വാളൂരി കുത്താൻ ശ്രമിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ വെളിച്ചം ചോദിച്ചോ പൗലോസിന്റെ കാൽക്കൽ വീണു. യജമാനെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കാം, രക്ഷ പ്രാപിക്കാം. ഇപ്പോൾ എന്നെ കേൾക്കുക പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ അവനും കുടുംബവും ജ്ഞാനപ്പെട്ടു. കർത്താവ് വിശ്വസിച്ചു, വളരെ സന്തോഷമായി. പൗലോസിനെ അടിച്ചവൻ തന്നെ അവന്റെ മുറിവുകൾ കെട്ടി. ദൈവാത്മാവ് നടത്തുമ്പോൾ ഒരു വലിയ വിടുതൽ നമ്മൾ ഇതുവരെ കാണാത്ത മേഖലയിലേക്ക്, ഇതുവരെ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ലോക രാജ്യങ്ങളിൽ അഭിഷിക്തന്മാരെ നടത്താൻ പോവുക. ഇതുവരെ പോകാത്ത മേഖലകളിൽ, ഇതുവരെ കാണാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ, ദൈവത്തിന്റെ ആജ്ഞയാൽ ഇപ്പോൾ പ്രവേശിക്കട്ടെ. നമുക്ക് ഒരു മിനിറ്റ് എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് ആരാധിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കരങ്ങളും ചേർന്ന് ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും.
മൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ ഇതുവരെ എബനേസറാ എന്നോടു കൂടെയും ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ബധിരതയുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നു. ഈ പകൽ അടുത്ത നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ബധിരതയുടെ മൂകതയുടെ ആത്മാക്കൾ വിട്ടുപോകുകയാണ്. സുബോധം നഷ്ടപ്പെടുത്തിയ ആത്മാക്കൾ വിട്ടുപോകുകയാണ്. കുടുംബത്തിൽ അപമൃത്യു ഉളവാക്കുന്ന ശക്തികൾ കുടുംബങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ പോകുക. കുടിയിരിപ്പിന്റെ ശക്തികൾ ആ ഭവനങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറാൻ പോകുക. ആ വിചാരത്തിന്റെ കെടുതികൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുക. ബാധ ഇറങ്ങിയത് ഈ പകലത് വിട്ടുമാറുക. ചങ്ങലകൾ അഴിയുകയാണ്. Yes, every fetters, every chain is going to be broken in Jesus' mighty name. ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ആ സ്ക്രീനിലേക്ക് ഓടി വന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷേകത്തിൽ പാസ്റ്റർ ഷാജൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്യായ ബന്ധനങ്ങളോ ഇപ്പോൾ തന്നെ അഴിയട്ടെ. എല്ലാ ശാപരോഗങ്ങളോ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഇതുവരെ തുറക്കാത്ത വഴികൾ, ഇതുവരെ തുറക്കാത്ത വാതിലുകൾ ഈ ജീവിതത്തിന് വേണ്ടി തുറക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുകൊണ്ട് യേശുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ ആമേൻ. നൂറുകണക്കിന് വിഷയങ്ങളിൽ വിഷമിക്കുന്ന അനേക ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഇന്ന് പകൽ ഈ കേട്ട ദൂത് ഈ പ്രദാനം ചെയ്യുന്ന അനേക ആയിരങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വിടുതൽ പകരുന്നു. കാല് നിലത്ത് കുത്താൻ പറ്റാത്ത വേദനയായി ഇന്നലത്തെ പ്രാർത്ഥനയിൽ അത്ഭുതകരമായ സൗഖ്യം നൂറുകണക്കിന് വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ആക്സിഡന്റ് മൂലം വലത് കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് യേശു അത്ഭുത സൗഖ്യം ഇന്നലത്തെ പ്രാർത്ഥനയിൽ നൽകി. കോഴഞ്ചേരിയിൽ നിന്ന് ഇന്ന് താങ്കളുടെ വിടുതൽ ആ കേട്ട വചനപ്രകാരം ദൈവിക വിടുതൽ പാസ്റ്റർ രാജൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ലോർഡ്. பரிசுத்தமுள்ள பரலோக பிதாவே, இந்த காலவேளையிலே ஓ கட்டப்பட்டிருக்கிற ஜனங்கள் இயேசுவின் நாமத்தினாலே ஓ கட்டவிழ்க்கப்படுவார்களாக. குடும்பத்தில் இருக்கிற கட்டுகள் இயேசுவின் நாமத்தில் மாறுவதாக. கடன் பாரங்களில் இருக்கிற கட்டுகள் இயேசுவின் நாமத்தில் மறைவதாக. குடும்ப சமாதான குலைச்சலை உண்டு பண்ணுகிற பொல்லாத கிரியை இயேசுவின் நாமத்தினால் மாறுவதாக. இயேசுவின் நாமத்தினால எல்லா தளர்ச்சிகள் இப்போது குடும்பங்களை விட்டு, பிசினஸ் விட்டு, ரோகங்களை விட்டு இப்போது வெளியேறுவதாக. இயேசுவின் நாமத்தில் அற்புதங்கள் நடப்பதாக. இயேசுவின் மூலம் ஜெபிக்கிறோம் பிதாவே. ആമേൻ. വീട്ടിൽ ചെവി കേൾക്കാത്ത പ്രിയപ്പെട്ടവർ, മൂകത അനുഭവിക്കുന്നവർ, ബധിരത അനുഭവിക്കുന്നു, ഡം സ്പിരിറ്റ് സംസാരശേഷി നിർത്തിയ ആ ദുരാത്മാക്കൾ ഇന്ന് പകൽ വിട്ടുമാറുകയാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ബധിരതയുടെയോ മൂകതയുടെയോ ആത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുന്നു. അവർ തുറന്ന് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ശക്തി അവരുടെ മേൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഓൾട്ടറിൽ വരും. ഉടൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായി വിടുതൽ നമുക്ക് ഓരോരുത്തർക്കും നൽകി തരും. കടന്നു പോകുന്നു. 17 വർഷമായി തലമുറയില്ലാതെ ഭാരപ്പെടുന്നു. ഞങ്ങൾ ഒന്നിച്ചപ്പന്റെ കരങ്ങളിലേക്ക് മാളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇല്ലാത്തനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന സർവശക്തന്റെ കരം ആ ബലഹീനമായ ശരീരത്തിലേക്ക് ഇറങ്ങേണ്ട കർത്താവേ, ഒരു തലമുറയെ കൊടുത്ത് മാനിക്കണമേ. അവര് ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിനും മേൽ സർവശക്തന്റെ കരം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സോണിയ എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. രഞ്ജിത്ത് 3 വർഷമായി തലമുറയില്ല, സാമ്പത്തികമായ പ്രയാസത്തിൽ പോകുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തലമുറ ഭവനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിളിച്ചിരിക്കുന്ന UGC നെറ്റ് എക്സാം കഴിഞ്ഞ് നല്ല വിജയത്തിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം കൊടുത്തിന് മോളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഷീല കളത്തി പഠിക്കുന്ന വിളിച്ചിരിക്കുന്നു. ലാലിയുടെ ഹസ്ബൻഡ് BP കുറഞ്ഞു, നോർമൽ ആകണം. രമണി 4 ലക്ഷം രൂപ കടമുണ്ട്, വീട് ജപ്തി നടപടിയിലാണ്. ഷീലയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ട്, നോർമൽ ആകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കുടുംബത്തെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. ആ കടഭാരങ്ങൾ മാറ്റിയതിനായ സ്തോത്രം. ഷുഗറെല്ലാം നോർമലാക്കിയതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കടന്നു പോകുന്നുണ്ട് പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് മോളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറി പൂർണ്ണമായ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ സിന്ധു പോയാണെന്ന് വിളിച്ചിരിക്കുന്നു. ശരണ്യയ്ക്ക് മക്കളില്ല. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തലമുറ കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. റോഹിത്ത് പറവൂർ 10th 12th സർട്ടിഫിക്കറ്റ് കറക്ഷന് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ പറവൂരിൽ നിന്ന് നമ്മോട് ടെലിഫോണിൽ വിഷയമായി വന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ആത്മാവിന് ഈ വിഷയത്തിന് മേൽ മറുപടി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. താങ്കളുടെ ജീവിതത്തെ ഇന്ന് പകൽ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ 18-ാം തീയതി രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി എന്നോട് പറഞ്ഞു, ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ അനേക ദേശങ്ങളിൽ, അനേക കുടുംബങ്ങളിൽ, ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇൻവൈഡ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് നുഴഞ്ഞ് കയറുകയല്ല, പകരം മുകളിലൂടെ വന്ന് ശക്തമായി ആവരണം ചെയ്ത് അവരുടെ മേൽ ഇറങ്ങി ആളുകളെ മുഴുവൻ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക്, സ്വരൂപത്തിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റുന്ന ദിവസങ്ങളായത്. And I tell you, these are the days of the Holy Spirit. Unprecedented things will happen in the mighty name of Jesus in our nation and the nations of the globe, all of the world. ലോക രാജ്യങ്ങളിൽ മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നിമിഷം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവഭക്തന്മാർക്ക് വേണ്ടി അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക ഈ പകൽ. ഹല്ലേലൂയ. താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ യേശു കർത്താവിനെ ഉയർത്തുന്നവരായി ശുശ്രൂഷയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതുവരെ സഭയുടെ മേൽ പകർന്നിരുന്നതിനേക്കാൾ ഉയർന്ന ഒരളവിലുള്ള ദൈവാത്മാവിന്റെ പകർച്ചയ്ക്കായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പകർച്ച ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ ഭക്തന്മാരെ അവിടുത്തെ ശക്തമായി ഉപയോഗിക്കുക. യേശുവിന്റെ ആത്മാവിനാൽ സകലരും നിറയപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ഹലോ, വെള്ളനാട് നിന്ന് ലളിതയാണ്. പറഞ്ഞാട്ടെ. എന്റെ അനുജത്തിയുടെ മോൻ ഒരു ആക്സിഡന്റിൽ 4 മാസമായി ആക്സിഡന്റ് പറ്റി. അങ്ങനെ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പൊ അവന്റെ കൈ ചലന ശക്തിയില്ല, കൈ അനങ്ങുന്നില്ല. ഇനി ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞാനൊരു വീട് വയ്ക്കാനായിട്ട് ഒരു ലോണിന് വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനും വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ ലളിത, ആ മകന് പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകും. ഇപ്പോൾ തന്നെ ഈ കുടുംബത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിന് മേൽ മറുപടി ഉണ്ടാകുമാറാകട്ടെ. ആ കരം ചലിക്കട്ടെ. ഇനിയും ആ ശരീരത്തിന് മേൽ ഓപ്പറേഷൻ വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് ക്യാൻസൽ ചെയ്യുന്നു. സമ്പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. അവർക്ക് ആ വീടിന്റെ പണി വേഗം പൂർത്തീകരിക്കുവാൻ സാമ്പത്തിക നന്മകൾ അവിടുന്ന് തുറന്നു കൊടുക്കുക യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോണി എക്സഡസ് കുമ്പനാട് ചർച്ചിൽ നിന്റെ സീനിയർ പാസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. പാസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്ന ദൂത് വേഗം ഞങ്ങളെ അറിയിച്ചാട്ടെ. 3ാമത്തെ ദിവസം അത്ഭുതകരമായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ കർത്താവ് എന്നോട് പറയുകയായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ അകത്ത് റിസൈഡ് ചെയ്യുന്നത് പോലെ
ഒരുവനിലേക്ക് റെസിഡന്റ് ആയിട്ട് വരുന്നത് പോലെ അവന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുവാനായി അവന്റെ പ്രസിഡന്റ് ആയി തീരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരുവനിലേക്ക് റെസിഡന്റായി വരുന്ന പരിശുദ്ധാത്മാവ് അവന്റെ പ്രസിഡന്റായിട്ട് മാറുകയാണ്. അങ്ങനെ പ്രസിഡന്റായിട്ട് മാറുന്ന പരിശുദ്ധാത്മാവ് അവനെ ആത്മാവിൽ തന്നെ രസിപ്പിക്കുമാറാകും. ആത്മാവ് നിറഞ്ഞവരായി ആമേൻ അന്യഭാഷകളാൽ ആമേൻ പുതിയ പാട്ടുകൾ പാടി ജയ ജീവിതം നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ശൗമേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കാണുന്നു, ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലിറങ്ങുമ്പോൾ പുതിയ നിയമത്തിനകത്ത് യേശു നമുക്ക് മധ്യസ്ഥനായി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആമേൻ. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നത് പോലെ അതേ ആത്മാവ് അവന്റെ ചുവടുകളിൽ നമ്മളെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എസെക്കിയേലിന്റെ പുസ്തകം ആമേൻ 43-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പാസ്റ്റർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ദൈവ തേജസ് ഉള്ളിടത്തേക്ക് നടത്തുന്നതാണ്. ആമേൻ. ആലയം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞതുപോലെ മർത്യ ശരീരങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തെ അവന്റെ ആലയമാക്കി തീർത്ത് ദൈവത്തിന്റെ തേജസ്സിൽ നമ്മളെ വസിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 47-ാം അധ്യായം എസെക്കിയേൽ വരുമ്പോൾ അവിടെ കാണുന്നു, ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ വാതിക്കൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകിയതുപോലെ അവൻ ആരാധിക്കുന്നവന്റെ വായിൽ നിന്ന് അഭിഷേകത്തിന്റെ നദി ഒഴുകും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുന്നു. അങ്ങനെയാണെങ്കിൽ 3 മണ്ഡലങ്ങൾ പാസ്റ്റർ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ നരിയാണിയുടെ അവസ്ഥയാണ് എലമെന്ററി സ്റ്റേജ്. പ്രാഥമിക അളവ്. അവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവനെ നടത്തുവാനായി അവൻ ഒരു അത്ഭുതം അവന്റെ ജീവിതത്തിൽ ചെയ്യും. Enough is not enough. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കുക, നിന്റെ ഇപ്പോഴത്തെ പരിമിതപ്പെട്ട ആവശ്യങ്ങളിൽ നിന്നെ ഒതുക്കി നിർത്തുന്നവനല്ല പരിശുദ്ധാത്മാവ്, നിന്നെ വളർത്തുന്നവനാണ്. രണ്ടാമത്തെ നിലവാരമാണ് മുട്ടിന്റെ അവസ്ഥ, ലെവൽ. ഹല്ലേലൂയ. അത് പ്രാർത്ഥനയുടെ മണ്ഡലമാണ്. പരിശുദ്ധാത്മാവിൽ ശക്തരായി തീർന്നവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥന ഒരു ഡ്യൂട്ടി അല്ല. പ്രാർത്ഥന prayer can move the earth, move the mountain. ഇന്ന് വിശ്വസിച്ചാട്ട് പരിശുദ്ധ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ ഒരു വലിയ ശക്തിയുണ്ട്. മൂന്നാമതായി ഒരു മണ്ഡലം കൂടെ പാസ്റ്റർ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അത് അരക്കെട്ടാണ്. പരിശുദ്ധ ആത്മാവിൽ അരക്കെട്ടിന്റെ അനുഭവത്തിൽ എത്തിയവർ ഹല്ലേലൂയ അവരിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാൻ പോവുകയാണ്. ആത്മീയമായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അഭിഷേകത്തിന്റെ മണ്ഡലം വരും ദിവസങ്ങളിൽ അഭിഷക്തരായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെട്ടിരുന്നവരിൽ നിന്ന് ഉണ്ടാകാൻ പോകുകയാണ്. ഇതുകൊണ്ട് തീരുകയില്ല. ആമേൻ. ആമേൻ. മുങ്ങി താഴാത്ത വണ്ണം ആത്മാവിൽ ആറാടുന്ന ഏറ്റവും വലിയ അന്ത്യകാലത്തിന്റെ ഉണർവിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. രാവിലെ ഞാൻ ഇത് വായിക്കുമ്പോൾ ആമേൻ എസെക്കിയേൽ ഹല്ലേലൂയ 47-ന്റെ 10-ൽ ഇങ്ങനെ ഒരു പദം ഞാൻ കണ്ടു, എൻ ഗതി എന്ന്. എൻ ഗതി. കർത്താവ് എന്നോട് പറഞ്ഞു, പലരും പറയുന്നു എന്റെ ഗതി ഇങ്ങനെയായി പോലോ, എന്റെ ഗതി ഇങ്ങനെയായി പോലോ. ഇന്ന് രാവിലെ വിശ്വസിച്ചാട്ട് പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ നിന്റെ ഗതിക്ക് മാറ്റമുണ്ടാകുവാൻ പഥ്യമാക്കി തീർക്കുന്ന ഹല്ലേലൂയ ചത്തുപോയെന്ന് വിചാരിക്കുന്നിടത്ത് ജീവന്റെ തുടിപ്പുണ്ടാക്കുന്ന ആമേൻ അതിൽ ആറാടി രസിക്കുന്ന ഹല്ലേലൂയ ഇരു കരങ്ങളിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവർ ധാരാളമായി വലിച്ചു കയറ്റുന്ന ആമേൻ അഭിഷേകത്തിന്റെ പുഴ ഒഴുകാൻ പോവുകയാണ്. അഭിഷേകത്തിന്റെ പുഴ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തികളിൽ കൂടി അഭിഷേകത്തിന്റെ പുഴ ഒഴുകുകയാണ്. അഭിഷേകത്തിന്റെ പുഴ. ഹല്ലേലൂയ. ആളുമാറിയ അവസ്ഥ. അഭിഷേകത്തിന്റെ പുഴ. നദികൾ യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ബൈബിൾ പറയുന്നു, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ. ഒരു നദിയല്ല, നദികൾ. നദികൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, നദികൾ ചേരുന്നത് ഓഷനാണ്, മഹാസാഗരത്തെ പേർന്നവരാണ് നമ്മൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, കർത്തൃദാസനുടെയോ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തിയത്, പ്രാർത്ഥിക്കുന്ന വ്യക്തി ആത്മാവിൽ വളരും. ആത്മാവിൽ വളരുന്ന വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അഭിഷേകം, ആത്മാവിൽ വളരുന്ന അഭിഷേകം ഈ പകൽ പരിശുദ്ധാത്മാവ് ലോകരാജ്യങ്ങളിലേക്ക് ജനത്തിന്റെ മേൽ പകരുകയാണ്. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ
പ്രൊഡക്ടിവിറ്റി, ക്രിയാത്മകമായ സൃഷ്ടിപ്പിന്റെ ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ, താങ്കളുടെ കുടുംബത്തെ, ആ ദേശത്ത്, ആ രാജ്യത്ത് ഉയർത്തുകയാ. പരിശുദ്ധാത്മാവ് ഞാൻ കേൾക്കുന്നത്, അനേകരും പറഞ്ഞു ഇവിടുന്ന് വിറ്റുപോകണമെന്ന്. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നീ അവിടെ വിറ്റുപോകണ്ട. ജോലി റിസൈൻ ചെയ്യാൻ പേപ്പർ എടുത്ത് ആപ്ലിക്കേഷൻ എഴുതി കയ്യിൽ വെച്ചവരുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, റിസൈൻ അല്ല, നിന്നെ കൊണ്ട് ദൈവാത്മാവ് റീസൈൻ ചെയ്യാൻ പോവുക. നിന്നെ കൊണ്ട് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ തന്നെ ഒപ്പിടിപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം താങ്കളോട് വെളിപ്പെടുത്താൻ പോകുക. പാസ്റ്റർ, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. റിസീവിംഗ്, ഉപേക്ഷിച്ചു പോകല്ല, എല്ലാം സ്വീകരിക്കുക. സ്വർഗത്തിലെ ദൈവം നല്ല ദാനങ്ങളെ നമുക്ക് തന്നു. തീർച്ചയായിട്ടും ഞാൻ പാസ്റ്റർ ഒരു ഗിഫ്റ്റ് തന്നാൽ പാസ്റ്റർ സന്തോഷത്തോടെ വാങ്ങിക്കുന്നത് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനെ നല്ല ദാനമായി തന്നപ്പോൾ അതിനെ സ്വീകരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. താങ്കളുടെ ജീവിതത്തിൽ മടുപ്പായ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി, നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിക്കിട്ടല്ലാതെ ഉയർന്നൊരു തലം. പാസ്റ്റർ, ഒരു നിമിഷം നമുക്കൊന്നിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ ഭവനത്തിനകത്ത്, ആശുപത്രികളിൽ, വീടുകളിൽ, എല്ലായിടത്തും എഴുന്നേറ്റ് നിന്ന് ആ സഭകളിൽ, ദേശങ്ങളിൽ കർത്താവിനെ ആരാധിക്കുവാൻ എല്ലാവരും കരങ്ങളെ അടിച്ച് ചേർന്ന് ആരാധിക്കുമ്പോൾ ദൈവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആത്മാവിൽ ഉയർന്നൊരനുഭവം. യേശുനാം, യേശുനാം, യേശുനാം की जय, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की जय, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की जय. താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ഉയർന്ന അനുഭവത്തിൽ മടുത്തെന്ന് പറഞ്ഞെടുത്ത് ദൈവാത്മാവ് തന്റെ ശക്തി പകർന്ന് ഇപ്പോൾ താങ്കളെ ബലപ്പെടുത്തി ആ വിഷയത്തിന്റെ മേൽ താങ്കൾ 100% ജയാളിയായി നിൽക്കുന്നത് കാണുവാൻ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധാത്മാവ് താങ്കൾക്ക് വേണ്ടി ഇപ്പോൾ താങ്കളുടെ കൂടെ താങ്കളിലേക്ക് ഇറങ്ങുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാൻ കരങ്ങളെ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ 10 വർഷത്തിലധികമായി ആസ്മ രോഗത്താൽ ഭാരപ്പെട്ട് എന്റെ രണ്ടാമത്തെ മകൻ 7 വയസ്സ് വരെ സംസാരിക്കാതിരുന്നത്, എന്റെ വീട്ടിനകത്ത് അനർത്ഥങ്ങൾ നടക്കുന്നതിന്റെ മധ്യത്തിൽ എന്റെ ഭാര്യയുടെ യൂട്രസിനകത്ത് 3 വലിയ ഫൈബ്രോയിഡുകൾ വന്ന് യൂട്രസ് മാറ്റണമെന്ന് പറഞ്ഞതിന്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടൊരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഭാരത്താൽ, രോഗത്താൽ, ശൂന്യതയിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. അവൻ സ്വർഗത്തിലെ നല്ല ദാനങ്ങളെ തന്നിരിക്കുന്നത് ഇപ്പോൾ ലഭ്യമായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് അവന്റെ അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യത്തിന്റെ ഹല്ലേലൂയ ശൂന്യതയിൽ നിങ്ങൾ ആമേൻ തളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു വിടുതൽ യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിച്ചാക്കിയാണ്. ആമേൻ. എല്ലാ നിലവാരത്തിലുള്ള അനുകൂലത, ആമേൻ, ശുഭത, ആമേൻ, ഹല്ലേലൂയ കവിഞ്ഞൊഴുകുന്ന യേശുവിനുള്ള അനുഗ്രഹമണ്ഡലങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ലഭ്യമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, நல்ல பிதாவே, இந்த நல்ல நேரத்துக்காய் மீண்டும் சமூகத்தில் வருகிறோம். ஆராய்ந்து முடியாத பெரிய காரியங்களையும் எண்ணி முடியாத அற்புதங்களை செய்கிற அற்புதத்தின் சக்தியானவர், அற்புதத்தின் வல்லமையானவர் இப்பொழுது வல்லமையாக இந்த உபாச ஜபங்களில் இறங்கிக் கொண்டு கர்த்தர் பெரிய பெரிய விடுதலை உண்டு பண்ணி கொண்டிருக்கிறீர். இந்த நாள் ஒரு பெரிய விடுதலை நாளாய் இருக்கிறபடினாலே ஆண்டவரே இங்கு வைத்திருக்கிறதான எல்லா குறிப்புகள் மேலே ஓ ரிபாபா சபா பூராதா பூராபா காபா பாபா ஒரு வல்லமை இறங்கி ஒரு அற்புதம் நடந்து இயேசுவின் நாமத்தினாலே இப்பொழுது ஆசீர்வதிக்கப்படுவதாக, என் தேசம் ஆசீர்வதிக்கப்படுவதாக, என் குடும்பங்கள் ஆசீர்வதிக்கப்படுவதாக, சபை ஆசீர்வதிக்கப்படுவதாக, இயேசுவின் நாமத்தில் நடப்பதாக യേശുവിൻ മൂലം ജപിக்கிறோம் നല്ല പിതാവേ. പാസ്റ്ററെ, കുഞ്ഞിന്റെ ശരീരത്തിൽ കിഡ്നി പ്രോബ്ലമായി ദേഹത്ത് മുഴുവൻ നീരായിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പങ്കാളികളായി ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി സൗഖ്യം നൽകി. ഈ യേശു കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശിഷ്യ ഒരു നിയോഗം തരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ.
യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, തീർച്ചയായിട്ടും വിളിക്കണം. താങ്കളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഈ ഓൾട്ടറിൽ വരും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പകരപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിമിത്തം ഇല്ലാത്തത് അവിടെ ഉളവായി വരും. മാറിപ്പോകേണ്ടത് മാറും. ഓപ്പറേഷൻ ഇനിയും ഡോക്ടറുടെ കരമല്ല ചെയ്യുന്നത്, ഡോക്ടർമാരുടെ ഡോക്ടറായ യേശു അത്രേ ചെയ്യുന്നത്. ആ ഉറപ്പോടെ യേശുവിൽ വിശ്വസിക്കുക. ഇന്ന് നമ്മുടെ വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, എഴുന്നേറ്റത്തിന്റെ, ഉയർച്ചയുടെ ദിവസമാണ്. അമേൻ. അബ്രഹാം കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഫാമിലി ഫ്രണ്ട് കിഡ്നി ഫെയിലിയറിന് ഡയാലിസിസ് ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യമാണ്. കർത്താവെ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കിഡ്നി കർത്താവെ നോർമൽ ഫംഗ്ഷനിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിന്റെ കരം കർത്താവെ ആ മകന്റെ മേൽ വെച്ചാട്ട് ഒരു പൂർണ്ണ ആരോഗ്യം, ഒരു പൂർണ്ണ വിടുതൽ നിന്റെ മകന് കൊടുത്താട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറിയാമ്മ മാവേലിക്കലിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ റിയ 3 വർഷമായി കണ്ണിന് രോഗം. ഡോക്ടേഴ്സ് പറഞ്ഞു മരുന്നില്ല എന്ന്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എത്ര അസാധ്യങ്ങളായാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിൽ സാധ്യമാക്കുന്ന ദൈവശക്തി ഇപ്പോൾ തന്നെ പൈതലിന്റെ കണ്ണിന്മേൽ ഇറങ്ങുവാനിടയാകട്ടെ. പൂർണ്ണ കാഴ്ചയും ആരോഗ്യം അതിനുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. അമേൻ. മേരി എന്ന വ്യക്തി വിളിച്ചിരിക്കുന്നു. റോണി മാമൻ എന്ന വ്യക്തിക്ക് മൾട്ടി ഓർഗൻ ഫെയിലിയറായി വെന്റിലേറ്ററിലാണ്. പ്രാർത്ഥിക്കണം. കർത്താവെ, ആ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിർജീവമായ അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. നിന്റെ മകൻ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വരട്ടെ. പുതുജീവനോടെ കർത്താവ്, യേശുവിന്റെ ജീവനോടെ കർത്താവ് നിന്റെ മകൻ ഈ ലോകത്തിലായിരിക്കട്ടെ. കർത്താവ് ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വിജയൻ ചാത്തന്നൂന്ന് വിളിച്ചിരിക്കുന്നു. മകന് കിട്ടേണ്ട ജോലി തന്നെ കിട്ടണം. നല്ല വിവാഹം വേണം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് കർത്താവേ കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. അങ്ങയുടെ കരം കർത്താവേ ഈ പൈതൽ വ്യക്തമായി വെളിപ്പെടട്ടെ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം ഹല്ലേലൂയ തന്റെ പൈതൽ വെളിപ്പെടട്ടെ. കർത്താവേ, തക്ക തുണയെ നീ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനിടയാക്കും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. ഏലിയാമ്മ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. എല്ലിന് വളവ്, നടക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക പ്രയാസം, സ്ഥലം വിൽക്കണം. കർത്താവെ, ആ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എല്ലിന്റെ വളവ് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ടെ. കർത്താവ്, സാമ്പത്തിക കാര്യങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകട്ടെ. കർത്താവ്, ആ സ്ഥലം എത്രയും വേഗം വിറ്റുപോകുവാൻ കർത്താവ് അങ്ങേക്ക് കൃപയുണ്ടാകണം. ആ കുടുംബത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്നേഹം ഭയത്തെ പുറത്താക്കുന്ന വചനം നിന്റെ മകനിൽ അയക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം കവിയട്ട്. അത്ഭുതം കണ്ട് ആനന്ദിപ്പാനിടയാക്കും. പൂർണ്ണ ആരോഗ്യവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. Let the nations rejoice. രാജ്യങ്ങൾ സന്തോഷിക്കട്ടെ. Let the joy of the Lord invade the houses, invade the families, invade every state, every nation of the world. Yes. Pramode, praise God, Pramode. Pastor, praise Lord, Pastor, praise Lord. Hallelujah. Pastor, ഇങ്ങോട്ട് വിളിക്കുന്ന കോളുകൾക്ക് ഒരു ലിമിറ്റ് ഇല്ല പാസ്റ്ററെ. അവരവരുടെ റൂമുകളിൽ, അവരവരുടെ വീടുകളിൽ, ജോലി സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ തേജസ് ഇറങ്ങുവന്ന പലരുടെയും സാക്ഷ്യം പാസ്റ്ററെ. ഇന്ന് നമ്മുടെ കൂടെ തൃശ്ശൂരിൽ നിന്നൊരു കർത്താവിന്റെ ദാസനുണ്ട്. ഞാൻ അദ്ദേഹത്തിന് സാക്ഷ്യം പറയാണ്ട് അദ്ദേഹത്തെ ഞാൻ വിളിക്കാം. തീർച്ചയായിട്ടും സ്ക്രീനിൽ നമുക്കൊരു ടെലിഫോൺ ഉണ്ട്. ഹലോ ഹലോ ഹലോ. അത് ഫോൺ കട്ടായി തിരിച്ചു വന്നുകൊള്ളും. എൻ്റെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, പലരും വിളിച്ച് പരാതി. ഇന്നലെ ഞാനൊരു 11 കോളുകൾ രാത്രിയിൽ അറ്റൻഡ് ചെയ്തു. അവർ പറഞ്ഞത് പകലും മുഴുവൻ ശ്രമിച്ചിട്ട് സ്ക്രീനിൽ വരുന്ന 6 നമ്പറുകളും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുന്ന ഓഫീസ് നമ്പറിലേക്കും വിളിക്കാനായിട്ട് ആളുകൾ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. വിവിധ തുറകളിലുള്ളവർ വിളിച്ചു. അവർ ആ മുറയനുസരിച്ച് ഞങ്ങൾ കിട്ടിയപ്പോൾ അവരുടെ വേദനകളാണ് അവർ പറയുന്നത്. ലഭിച്ചില്ല, വിഷമിക്കേണ്ട, ഇന്ന് ലഭിക്കും. തീർച്ചയായിട്ടും തിരക്ക് കൂട്ടേണ്ട. അല്പം കൂടെ താമസിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഫോണിൽ സംസാരിക്കാം. പലർക്കും ആഗ്രഹമുണ്ട് എന്നോട് സംസാരിക്കും. ഞാൻ ഇവിടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ ഫോണിൽ വിളിക്കണം. ഞങ്ങൾ ഫോണ് 12:30 ശേഷം ഞാൻ ഫോണിൽ വരും. തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കണം.
പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങൾ ഇപ്പോൾ തന്നെ 10-20 പേരോളം ടെലിഫോൺ ലൈനിൽ സഹോദരി സഹോദരൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ടെലിഫോൺ ലൈനിൽ നമുക്ക് വേണ്ടിയുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. ലോകത്തിന് അനേക രാജ്യങ്ങളിൽ കർത്താവ് ജീവിതങ്ങളെ വിടുവിക്കുന്നു, അന്തരീക്ഷത്തെ മാറ്റുന്നു. ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആ ടെലിഫോണിലേക്ക് തിരികെ വരാം. ഹലോ ഹലോ ഹലോ, ആ ബ്രദറിന്റെ അടുത്തും പറയോ? ഞാൻ ബ്രദർ തന്നെ സംസാരിക്കുന്നു, പറഞ്ഞാട്ടാ. ഹലോ ഹലോ, ഞാൻ തിരുവല്ലയിൽ നിന്ന് വിളിക്കുകയാണ്. തിരുവല്ലയിൽ നിന്ന് വിളിക്കുകയാണ്. അനിലാണ് എന്റെ പേര്. എന്റെ മമ്മിക്ക് ഒരു ലങ്സിൽ ഒരു ഗ്ലാൻഡർ, അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മമ്മിക്ക് സൗണ്ട് വരുന്നില്ല, പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ എന്റെ വൈഫിനും നടുവിന് വേദനയാണ്, നടുവിന് നടക്കാൻ വയ്യ, വേദന ആയതുകൊണ്ട് കാലൊക്കെ പാരലൈസ് ആയിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുവാണ്, ഭയങ്കര നടുവിന് വേദനയാണ്. ഓക്കെ, ഈ അനിൽ പറഞ്ഞത് എല്ലാവരും തന്നെ കേട്ട് കഴിഞ്ഞു. ലോകരാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് ലങ്സിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടായി, അതിനെ തുടർന്ന് ഓപ്പറേഷൻ നടന്നു. ആഹാരമോ വെള്ളമോ ഇറക്കാൻ കഴിയാതെ ആ ജീവിതം വീട്ടിലായിരിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് നടുവിന് ക്ലേശങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ പ്രിയപ്പെട്ട അനിലിന് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, ആ മാതാവിന് വേണ്ടി, അനിലിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നമുക്കൊന്നിച്ച് 2 കരങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി ഉയർത്തിക്കൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ ലങ്സിലുള്ള കെടുതികൾ മാറട്ടെ, ബ്ലഡിൻ്റെ കൗണ്ട് യേശുവിൻ്റെ നാമത്തിൽ 100% നോർമലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അനിലിന്റെ ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ തുള്ളിയും ചാടിയും നടന്നു നിന്നെ സ്തുതിക്കട്ടെ. ആ കുടുംബം ഉല്ലസിക്കുന്ന കാണുവാനിടയാക്കും. യേശുവിൻ നാമത്തിൽ പിതാവ്. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്, അത്ഭുത മന്ത്രി, വീരനായ ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്, ഈ യേശുവിൽ താങ്കൾക്ക് എനിക്ക് ശുഭമായ ഭാവിയുണ്ട്. In Jesus, you and I have a bright future. Just only believe in Jesus. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പാസ്റ്റർ, ഇതാണ് ബ്രദർ ജെയിംസ്. എന്താ പറയാനുള്ളത് കേൾക്കാം പാസ്റ്റർ. അത്ഭുതമന്ത്രി ആ ദൈവത്തിന്റെ മുകളിൽ വരാൻ ഭാഗ്യം തന്നതിന് ദൈവത്തിനെ സ്തുതിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ഈ ബുധനാഴ്ച ഇപ്രകാരം ഞാൻ സ്ക്രീനിലൂടെ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. സാറിന്റെ പേരെന്താ? എന്റെ പേര് ന്യൂ ജെയിംസ് ശാമുവേൽ. ഞാൻ തൃശ്ശൂർന്നാ വിളിച്ചത്. തൃശ്ശൂർ ഒല്ലൂർന്നാ ഞാൻ വിളിച്ചത്. രാവിലത്തെ പ്രേയിങ് കേരളയിൽ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്, എന്നിട്ട് നിത്യമുണ്ട്. ഞാൻ കാണുന്നുണ്ട്, ഓരോ വാക്യങ്ങൾ എഴുതി വെക്കാറുണ്ട്. സെക്കൻഡില് ഞാൻ കഴിഞ്ഞ ഈ ബുധനാഴ്ച രാവിലെ ഞാൻ ദൈവം പക തീരുമാനമെടുത്ത് 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപവസിച്ച് കഠിനമായിരിക്കുന്ന ആഗ്രഹിച്ച സമയത്താണ് ഞാൻ TV-യിൽ ഇത് കണ്ടത്. ഉടനെ തന്നെ എൻ്റെ പിതാവ് ഒരു ആക്സിഡൻ്റായി. 2 പ്രാവശ്യം ആക്സിഡൻ്റ് ആയത് എങ്കിലും എഴുന്നേൽപ്പാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ട് 2 കമ്പിളി പുതച്ചിട്ട് കരഞ്ഞോണ്ട് കട്ടിലേക്ക് കിടക്കുന്ന സമയമാണ്. ഇപ്പൊ മിസ്റ്റർ ജെയിംസ്, ഇപ്പൊ പിതാവും മാതാവും ഒക്കെ ഈ ശുശ്രൂഷയിൽ വീട്ടിൽ കണ്ടോണ്ടിരിക്കുക, ലൈവായി കണ്ടോണ്ടിരിക്കുക. ഈ 3 ദിവസവും ലൈവായി കണ്ടോണ്ടിരിക്കുക. വിടത്തില്ല ഞാൻ എവിടെയും. കാരണം അവസാനം എന്റെ പിതാവിന്റെ വിഷയം വെച്ച് ഞാൻ ഇവിടെ കണ്ട 80-89 നമ്പർ വിളിച്ചു പറഞ്ഞു. ദൈവകൃപയാൽ പറഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ 2 കമ്പിളിയും സ്വയമേ മാറ്റിയിട്ട് എഴുന്നേറ്റിരുന്നു. മാത്രമല്ല 76 വയസ്സായ എന്റെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഉടനെ 40 കിലോമീറ്റർ ദൂരം എന്റെ പിതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കടന്നു പോകാൻ ദൈവം ഭാഗ്യം തുറന്നു. വീണ്ടും ഒരു കാര്യം കൂടെ പറയാം പാസ്റ്ററെ, ഈ ചതിയനായിരുന്ന കാപട്യം കാണിച്ചവനായിരിക്കും എന്നെ ആക്കി മാറ്റുവാൻ ഈ പ്രേൻ കേരളയിലൂടെ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാനിടയായി. രൂപാന്തരം തരാൻ കഴിയാത്ത ഒരു ജീവിതവുമില്ല. യേശുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞതാ. ദീർഘദിവസങ്ങൾ സുഖമില്ലാതിരുന്ന് ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച വേളയിൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തുള്ളിയും ചാടിയും നടന്നും കൊണ്ട് അദ്ദേഹത്തോട് രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അപ്പോൾ തന്നെ ദൈവശക്തി തൻ്റെ ശരീരത്തിൻ്റെ മേൽ ഇറങ്ങി ആ പിതാവ് ചാടി എഴുന്നേറ്റ് യേശുവിനെ മഹത്വപ്പെടുത്തി. അത് മാത്രമല്ല 40 കിലോമീറ്റർ യാത്ര ചെയ്ത് ജോലി സ്ഥലത്ത് പോയി. യേശു എത്ര നല്ലവൻ. ഈ യേശു താങ്കൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യത്തില്ലേ? ബ്രദർ പ്രമോദേ, നമുക്ക് ഒരു ടെലിഫോണൂടെ വന്നിട്ടുണ്ട്. കമോൺ. ഹലോ ഹലോ
ഹലോ, വേഗം പറഞ്ഞാട്ടെ, സമയം പൊക്കോണ്ടിരിക്കും. ഹലോ, എന്തോ? ഹലോ, ഹലോ, വട്ടിയൂർക്കാവിൽ നിന്ന് മോളിയാ വിളിക്കുന്നത്. എന്റെ സഹോദരന്റെ മോന് തിങ്കളാഴ്ച പരീക്ഷയാണ്. അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരന്റെ മകന് തിങ്കളാഴ്ച എക്സാമാണ്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എക്സാം എഴുതുന്ന ധാരാളം വിദ്യാർത്ഥിനികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയാറുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രമോദ് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തി നല്ല പിതാവേ, യേശുവിന്റെ നാമത്തിൽ പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എക്സാം അപ്പിയർ ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവേ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ കർത്താവേ. ആമേൻ. പാസ്റ്റർ, അപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥന ആർക്കെങ്കിലും കാണാൻ പറ്റാതിരിക്കുവോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരുപാട് പേര് പ്രമോദ് പറയുന്നുണ്ട് അവധി കിട്ടിയില്ല, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. പ്രേയിങ് കേരള മീഡിയ ടീം അവർക്ക് വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥനയുടെ സീഡികൾ ഞങ്ങളുടെ സ്റ്റോറിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾക്ക് ടെലിഫോണിൽ ബന്ധപ്പെടാം, അവർക്ക് ലഭിക്കുന്നതായിരിക്കും. 12 മണിക്ക് ശേഷം ഈ DVD-കൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തുടങ്ങും. ഇതുവരെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്തവർക്ക് പോലും ഇത് തീർച്ചയായിട്ടും വാങ്ങി കൊടുക്കണം. അവരുടെ വീട്ടിനകത്ത് ഒരു ആരാധന ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി അവരിൽ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. പാസ്റ്റർ, ഒരു കാര്യം കൂടെ പറയട്ടെ പാസ്റ്ററെ. കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനാ വിഷയോടെ വന്നു. വെല്ലൂരിൽ 5 വർഷമായി ആക്സിഡന്റിൽ കിടന്ന ഒരു കുഞ്ഞ്, വെല്ലൂരില് 5 വർഷമായിട്ട് ആക്സിഡന്റിൽ കിടന്ന കുഞ്ഞ്, അതിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. ഈ പ്രാർത്ഥനാ കേരളത്തിൽ വിളിച്ചു പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ആ കുഞ്ഞ് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെല്ലാം ആശുപത്രികളിൽ ഈ പ്രാർത്ഥന രാവിലെ ഉള്ളത് പ്രേയിങ് കേരളയുടെ ഹാർവസ്റ്റ് ടിവിയിലൂടെ വരുന്ന ശുശ്രൂഷ നമുക്ക് ലഭ്യമാണ്. ഞങ്ങളോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഹാർവസ്റ്റ് ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കാം. 28 ജൂലൈ മുതൽ ഹാർവസ്റ്റ് ടെലിവിഷൻ ഈ ഉപവാസ പ്രാർത്ഥനയോടുകൂടെ ഹാർവസ്റ്റ് ടെലിവിഷൻ ഒരു സാറ്റലൈറ്റ് ചാനലായി മാറുന്നു എന്ന വിവരം ഈ സന്ദർഭത്തിൽ ഹാർവസ്റ്റ് ടിവിക്ക് വേണ്ടി ഞാൻ ഇവിടെ അറിയിക്കുന്നു. ആ കുടുംബത്തോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകൾ കൊണ്ട് ദൈവം ആ ചാനലിനെ നിറയ്ക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ദീപു ശബ്ദമുയർത്തി ഹാർവസ്റ്റ് ടിവിയെ, കുടുംബാംഗങ്ങളെ, മിനിസ്ട്രി ടീമിനെ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഹാർവസ്റ്റ് ടിവിയെയും കർത്താവേ അതിന് അധികാരപ്പെട്ട ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, അനേക ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽ വീണ്ടും ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് കർത്താവിന് നന്ദി പറയുമ്പോ പാസ്റ്റർ ദീപു. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് അല്ല, നമ്മുടെ ഈ 3 ദിവസത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ ഉപവാസ പ്രാർത്ഥന എന്ന ആശയം തന്നെ ടെലിവിഷനിലൂടെ തന്നത്, നമുക്ക് തന്നത്. സ്തോത്രം. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാഴായി പോയ, ശൂന്യമായി പോയ ഭൂമിയുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, പക്ഷെ മീതെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അല്ലേ പാസ്റ്റർ? തീർച്ചയായിട്ടും. അനേക കുടുംബങ്ങളിൽ ആഴങ്ങളിൽ ഇരുളിരിക്കുമ്പോൾ മീതെ പരിവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നില്ലേ? അതൊരു സദ്വർത്തമാനമല്ലേ? അതെ. ഇന്ന് താങ്കൾക്ക് വേണ്ടി അത് ചെയ്യത്തില്ലേ? ബൈബിളിൽ വായിച്ചു കണ്ട ദൈവത്തിന്റെ ദാസനോട് വരുന്ന ദൂത് നോക്കിക്കേ. മുഴുവൻ പാഴും ശൂന്യമായിരുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് പൊരുന്നിറങ്ങിയപ്പോൾ അത് മുഴുവൻ ഫലഭൂയിഷ്ടമായി മാറി, സകലതും ചലനാത്മകമായി മാറി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചലിക്കാതിരിക്കുന്നു, ചലിക്കത്തില്ല. തീർച്ചയായിട്ടും. ശ്രദ്ധിച്ചേ പാസ്റ്ററെ, വചനം പറഞ്ഞു ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഉടനെ ആ സൃഷ്ടിപ്പ് അവിടെ നടത്തുകയാ. അങ്ങനെയെങ്കിൽ അന്ന് യേശുവും പരിശുദ്ധാത്മാവും ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് 2013 ഇതേ ദൈവശക്തി തന്നെയല്ലേ വ്യാപരിക്കുന്നത്? യേശുവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുകയാ. പാസ്റ്റർ എന്ത് പറയുന്നു? 100 കണക്കിന് ജീവിതങ്ങൾ ദീപു ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. വിവാഹം കഴിഞ്ഞ പല വർഷങ്ങളെ അവർക്ക് മക്കളില്ല. അവര്
ഒരുപാട് നാണം കെട്ട പദങ്ങൾ ഉപയോഗിച്ചവരെ കളിയാക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൂത് അവരുടെ മർത്യ ശരീരങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പകരുകയാണ്. ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. പാഴും ശൂന്യവുമായിരുന്നതിന് പകരം യേശുവിന്റെ ജീവൻ ആത്മാവിൽ വഹിക്കുന്ന ജീവിതമായി മാറുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉയർത്തി പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ പാഴായി പോയ അനുഭവങ്ങൾ, ശൂന്യമായി പോയ അനുഭവങ്ങൾ ഇന്ന് പകൽ അതിന്റെ മീതെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് പുതിയ സൃഷ്ടിപ്പുകൾ ഉണ്ടാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ രാജൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധമുള്ള നല്ല ആண்டവരേ, നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്ന ആണ്ടവരേ, ഇങ്ങ വന്നിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കായി ജெபிக்கிறோம். இப்போது இயேசுவின் நாமத்தினாலே இப்போது ஒரு பரிபூர்ண நன்மைகள் வருவதாக, ஒரு பரிபூர்ண விடுதலை உண்டாவதாக. இயேசுவின் நாமத்தினாலே எல்லா துஷ்ட சக்திகள் இப்போது அவர்களை விட்டு விலகுவதாக. இயேசுவின் நாமத்தில் அற்புத அடையாளங்கள் குடும்பங்களிலே உறுதிப்படுவதாக. இயேசுவின் மூலம் ஜெபிக்கிறோம் நல்ல பிதாவே. കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവ്. തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ രണ്ടുപേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലാധിപത്യപ്പെടുന്ന എല്ലാ രോഗത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറി പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. സുരേഷ് ആലുവയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സഹോദരി ഡെങ്കിപ്പനി ബാധിച്ച് കളമശ്ശേരി ഹോസ്പിറ്റലിലാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് സൗഖ്യമാക്കുന്ന വചനമയച്ച് പൂർണ്ണ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കൊച്ചിയിൽ നിന്ന് കുഞ്ഞുമോള് വിളിച്ചിരിക്കുന്നു. 5 വർഷമായി മകന് വിവാഹം ആലോചിക്കുന്നു. നടക്കുന്ന എല്ലാ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തിവനുമായ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മാറി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തിയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കാൻ കർത്താവ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ന്യായാധികരണ അൽഫോൺസ് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ മദ്യപാനം മാറണം, 2 മക്കളുടെ വിവാഹം നടക്കണം, 8 ലക്ഷം രൂപയുടെ കടഭാരം മാറണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഡൽഹിയിൽ നിന്ന് സാറാമ വിളിച്ചിരിക്കുന്നു. വളരെ നടുവേദനയിൽ ഭാരപ്പെടുന്ന പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ലിസി ചങ്ങന്ന് വിളിച്ചിരിക്കുന്നു. ബിനീഷ്, സുനിൽ, അനീഷ്, ഷൈജു ഇവരുടെ വിവാഹം നടക്കണം. ആലീസിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറണം. രമണിക്ക് ശ്വാസം മുട്ടലാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ കർത്താവ് എത്ര നല്ലവന്. യേശുവെ പോലെ വേറൊരുവനില്ല. 2 കരങ്ങളും ഉയർത്തി ഒന്നിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ അടുത്ത ചില മിനിറ്റുകൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ശക്തമായി നമ്മോട് സംസാരിക്കാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ആലോചന. ആമേൻ. ഹല്ലേലൂയ. വർഷം നമ്മൾ ഇച്ചിരി മുമ്പ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അവർ ചെയ്യരുതെന്ന്, യേശുവിന്റെ നാമം ഇനി ഉച്ചരിക്കരുതെന്ന് അവരോട് കൽപ്പിച്ചപ്പോൾ അവർ കൂടിയിരുന്നു പ്രാർത്ഥിച്ചു. ആമേൻ. അവർ ദൈവത്തോട് കൃപ ചോദിച്ചപ്പോൾ കൃപ മാത്രമല്ല കൊടുത്തത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവർക്ക് വീണ്ടും ശക്തമായി തന്നെ മുൻപോട്ട് പോകുവാൻ ദൈവം ഒരു ബലം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന ഇന്ന് ഇവിടെ തീരുമ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഓഗസ്റ്റ് മാസം 28, 29, 30, 31 3 ദിവസങ്ങൾ. ഓഗസ്റ്റ് 29, 30th and 31st ഓഗസ്റ്റ് നമ്മൾ വീണ്ടും ഉപവാസ പ്രാർത്ഥനയിൽ ഹാർവസ്റ്റ് ടിവിയിൽ ഇതേ സമയത്ത് തന്നെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും മുമ്പോട്ട് പോകാനുള്ള ശക്തി ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ ശക്തീകരിക്കും. ഇവര് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കാര്യം മറ്റൊന്നുമല്ല. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിന് മുമ്പേ ഇവരോട് പറഞ്ഞൊരു വാഗ്ദത്തം എങ്ങനെയുണ്ട്? യേശു പറഞ്ഞ കാര്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അവൻ അതിലും വലുത് ചെയ്യും. അല്ല, പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളോട് കർത്താവ് പറയുന്നത്, യേശു എന്തൊക്കെ ചെയ്തോ അത് ചെയ്യുവാൻ തക്കണോ അവരെ വിളിച്ചത്. നമ്മളെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്?
ഹല്ലേലൂയ. Hallelujah. Glory to God. അങ്ങനെയെങ്കിൽ യേശു അവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക അവരെ കൊണ്ട് പറ്റുമോ? ഇല്ല. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അവരോട് യേശുവിന്റെ നാമം ഇനി ഉച്ചരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ മാറിപ്പോയിരുന്നെങ്കിൽ അടുത്ത 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരിലൂടെ നടന്ന പ്രവൃത്തി നടക്കില്ലായിരുന്നു. 5-ാം അധ്യായത്തിൽ എന്താ നടന്നതെന്നറിയാമോ? ഈ പത്രോസിനോട് പറഞ്ഞു ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു. അതേ പത്രോസ് പട്ടണങ്ങളിലൂടെ നടന്നു പോയപ്പോൾ, ചന്തയിലൂടെ നടന്നു പോയപ്പോൾ ആൾക്കാർ പറഞ്ഞ എന്തെന്നറിയാമോ? ഇവന്റെ ശരീരത്തിലെ നിഴലിൽ തട്ടിയാൽ മതി രോഗികൾ സൗഖ്യമാകും. രോഗികളെ കൊണ്ട് റോഡിൽ കടത്താൻ തുടങ്ങി. അപ്രതീക്ഷിതമായ അതുവരെ പറഞ്ഞിരുന്ന ഒരു പുതിയ അധ്യായം തുറന്നു കൊണ്ടു ഞങ്ങളുടെ ജീവിതത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനരായി ഇനി മുമ്പോട്ട് പോകില്ല എന്ന് പറയുന്ന ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസൻ പ്രാർത്ഥിക്കാൻ പോകുക. ദൈവത്തെ ശക്തീകരിച്ച് ഇതുവരെ തുറന്നിട്ടില്ലാത്ത ഒരു പുതിയ അധ്യായത്തിലേക്ക് ദൈവാത്മാവ് താങ്കളെ ദൈവസഭയെ മുമ്പോട്ട് നയിക്കാൻ പോകുക. 2 കരങ്ങളും ഉയർത്തി ആ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് ദൈവസനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. മുൻപോട്ട് യാത്ര ചെയ്യേണ്ടതിന് ഒരു ഉയർന്ന ദൈവിക ബലം ചേർന്ന്. താങ്ക് യു ലോർഡ്. കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ അങ്ങ് ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് ഇരിക്കുവാനല്ലല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് ഉയർന്നൊരു തലമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയില്ല കർത്താവെ തളർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അടുത്തൊരു തലത്തിലേക്ക് നീ കരം പിടിച്ച് കയറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ വെളിപ്പെട്ട മഹത്വമല്ല കർത്താവേ, അതിന്റെ അടുത്തൊരു തലത്തിലേക്ക് നീ കരം പിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. பரலோக பிதாவே, மீண்டும் தேவனுடைய சமூகத்தில் கடந்து வருகிற ஆண்டவரே, அற்புதங்களின் தேவன் இப்பொழுது உலாவிக் கொண்டு அற்புதங்களை செய்து கொண்டிருக்கிறதற்காக நன்றி. எந்த நிலைமையில் இருந்தாலும் இப்பொழுது ஒரு அற்புத சுகம், ஒரு அற்புத விடுதலை, ஒரு அற்புத மனசு சமாதானம், ஒரு அற்புத ஆண்டவர் விடுதலை இப்பொழுது ஜனங்களுக்கு உண்டாவதாக. எந்த நிலையிலே யார் யார் எப்படி இருந்தாலும் இப்பொழுது அவரவர்கள் நிலைமையிலே பரிசுத்த ஆவியானவர் பலமா இறங்கி காற்றுடன் கூட இடியோடு கூட இப்பொழுது ஒரு விடுதலை அவர்களுக்கு உண்டாகட்டும் என்று சொல்லி இயேசுவின் நாமத்தில் நாங்கள் ஜெபித்து ஜெயம் எடுக்கிறோம். இயேசுவின் மூலம் பிதாவே, ஆமென். ശോഭമാകാനെന്ന് വിളിച്ചിരിക്കുന്നു. വിട്ടുമാറാത്ത പനി മൂലം ഭാരപ്പെടുന്നു കർത്താവേ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം നിന്റെ മകളുടെ മേലെന്ന് വെച്ചാട്ട് ആ പനി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ അങ്ങ് അയച്ചാട്ട് ശരീരാത്മദേഹികളെ ബലപ്പെടുത്തിയാട്ട് കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കുഞ്ഞുമോൾ അടൂർന്ന് വിളിച്ചിരിക്കുന്നു. ഏലിയാമ്മ സോറിയാസിനാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം ഇപ്പോൾ തന്നെ മകളുടെ ശരീരം മുഴുവൻ വ്യാപരിക്കട്ടെ. അന്ധകാര ശക്തി മൂടുവാൻ അനുവദിക്കാതെ പൂർണ്ണ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കാലങ്ങളിൽ തലശ്ശേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവ് മാനസാന്തരപ്പെടണം, നല്ല കുടുംബജീവിതം വേണം, സ്ഥലത്തിന്റെ കേസ് അനുകൂലമാണ് കർത്താവെ. വിഷയങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഭർത്താവിന് ഒരു മാനസാന്തരം നീ കൊടുത്താട്ട് കർത്താവ് യേശുവിന്റെ സമാധാനം ആ കുടുംബത്തിലേക്ക് ഇറങ്ങട്ടെ. ആ കേസിന്റെ വിധി അവർക്ക് അനുകൂലമായി മാറട്ടെ. കുടുംബം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അഡ്മിഷൻ ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ആ ശ്വാസം മുട്ടൽ പൂർണ്ണമായി പുറത്തു പോകട്ടെ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. യേശു എന്നേശു വലിയവൻ. ഒരിക്കൽ കൂടെ യെസ് ലോർഡ്. വലിയവൻ യേശു വലിയവൻ. യേശു എന്നേശു വലിയ. എത്ര ശ്രേഷ്ഠമാ. യെസ് ലോർഡ്. ശ്രേഷ്ഠമാ നാമം സർവസ്തുതികൾക്കും യോഗ്യം. എന്റെ ഉള്ളം പാടുന്നു യേശുവേ. ഒരൊറ്റ പാട്ടേ ഉള്ളൂ, യേശുവേ.
ഹല്ലേലൂയ. പാസ്റ്റർ, ഉപവാസ പ്രാർത്ഥന. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ദൈവമക്കളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില വാതിൽ അടയും, എങ്കിലും അവർ ദൈവത്തിന്റെ മക്കളല്ലാതിരിക്കുന്നില്ല. ധൂർത്തപുത്രൻ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അവിടുത്തെ ഒരു പൗരന്മാർ ആശ്രയിച്ചിട്ട് അവൻ വാളവരെ തിന്നാൻ ആഗ്രഹിച്ചു, എന്നിട്ട് കിട്ടിയില്ല. പക്ഷെ അവനൊരു വലിയ ധനവാനായിട്ടും അവന് വാളവരെ കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോഴും ദൈവം അവൻ ആഗ്രഹിക്കുന്നു. അവന് സുബോധം വന്നു. സുബോധം വന്നിട്ട് അവൻ പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ, പിതാവിന്റെ ഭവനം എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവൻ മകനല്ലാതിരിക്കുന്നില്ല. ഇല്ല, അവൻ മകനായിരുന്നു എന്നും. എല്ലാം നഷ്ടപ്പെട്ടിട്ടും, എത്ര പാപം ചെയ്തിട്ടും, എത്ര തകർന്നിട്ടും, എല്ലാം നഷ്ടപ്പെട്ടിട്ടും, വസ്ത്രം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, അവൻ പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ. അവന് സുബോധം വന്നു. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാം നഷ്ടപ്പെട്ട, വാളവരെ തിന്നാൻ ആഗ്രഹിച്ചിട്ടും അതുപോലെ ലഭിക്കാതെ വഴിയടഞ്ഞ ചില വ്യക്തികൾ, വഴിയടഞ്ഞ ചില കുടുംബങ്ങൾ, ലോകരാജ്യങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ആ സ്ഥിതിയിൽ നിന്നൊരു മാറ്റം, അപ്പന്റെ ഭവനത്തിലേക്ക് ഒരു മടങ്ങി വരവ് ഇന്ന് പകൽ. Come back to your family, come back to your home. ഭവനത്തിലേക്ക് ഒരു മടങ്ങി വരെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ആ വാളവരെ തിന്നാൻ ആഗ്രഹിക്കുമ്പോഴും ഇവന് കിട്ടുന്നില്ല. പക്ഷെ ഒരു തളിപ്പിച്ച കാളക്കുട്ടി അപ്പന്റെ ഭവനത്തിൽ ഒരുക്കിയെടുത്തിരിക്കുക. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ലോകരാജ്യങ്ങളിൽ ദാരിദ്ര്യ പിശാചിനെ ദൈവം പൊട്ടിക്കാൻ പോവാ. നിന്റെ പാപമല്ല, നിന്റെ തിന്മയല്ല, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ ചില വാതിൽ അടഞ്ഞെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിലോ ലോകരാജ്യങ്ങളിൽ കേൾക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം മാറി അപ്പന്റെ ഭവനത്തിലെ സമൃദ്ധിയിലേക്ക് അവരെ പരിശുദ്ധമായി നടത്തുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കർത്താവേ, ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അത്ഭുതകരമായ കരം ഇപ്പോൾ ഇവർക്ക് വേണ്ടി നീട്ട്. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഭവനത്തിലേക്ക് ജീവിതങ്ങൾ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടു പോയ എല്ലാ അവസ്ഥയിൽ നിന്ന് ഈ ജീവിതങ്ങളെ കർത്താവ് ഉയർത്ത്. യേശുവിൻ്റെ ആത്മാവിനാൽ എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ഈ യേശു എത്ര നല്ലവനായ കർത്താവിനെ നമുക്ക് പിൻപറ്റുവാൻ ജീവിതത്തിലിടയായി തീരട്ടെ. നമുക്കൊന്നിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പാസ്റ്റർ രാജൻ നമ്മോടൊപ്പമുണ്ട്. അനേക സ്ഥലങ്ങളിൽ, അനേക സംസ്ഥാനങ്ങളിൽ കടന്നുപോയി ആ സംസ്ഥാനങ്ങളിൽ പോയി ഉപവസിച്ചും അല്ലാതെയും ആ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തനെ കർത്താവ് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ നന്ദിയുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന. നമ്മുടെ രാജ്യത്തിനായി ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരും ലോകത്തിൻ്റെ ഏതു രാജ്യത്തായിരിക്കുന്നെങ്കിലും ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് രണ്ട് കരങ്ങളും ഉയർത്തുമ്പോൾ ആ രണ്ട് കരങ്ങളിൽ നമ്മുടെ രാജ്യമായി ഇന്ത്യയെ ഉയർത്തിക്കൊണ്ട് യേശുവിൻ്റെ മുമ്പിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വം ഈ രാജ്യത്തിന് മേൽ ഇറങ്ങുമ്പോൾ பரலோகத்தில் வாசமாக இருக்க நல்ல பிதாவே, எங்களுடைய இந்தியா தேசத்துக்காக நாங்கள் ஜெபிக்கிறோம். எங்களுடைய இந்தியா தேசத்தின் தலைவர்களை ஆசீர்வதிப்பீராக. எங்களுடைய இந்தியா தேசத்துக்கு சேமம் வருவதாக. எங்களுடைய இந்தியா தேசத்தில் ரட்சிப்பு வருவதாக. எங்களுடைய இந்தியா தேசத்தில் அக்கினி இறங்குவதாக. எங்களுடைய இந்தியா தேசத்தில் ஒரு பெரிய அற்புத அடையாளங்கள் நடப்பதாக. எங்களுடைய தேசங்கள் ஒரு எழுப்புதல் உண்டாவதாக. எங்களுடைய கேரளா தேசத்தை ஆசீர்வதிப்பீராக. எங்களுடைய தேசங்களில் இருக்கிற எல்லா தலைவர்கள், அதிகாரிகளை, எல்லாரையும் தலைவர்களை என் தேவனாய் கர்த்தர் ஆசீர்வதிப்பீராக. எங்க தேசம் உம்முடைய கண்களுக்கு முன்பாக இருக்கிறது ஆண்டவரே. உம்முடைய கரத்தை நீட்டி எங்க தேசத்தை ஆசீர்வதியும். இயேசுவின் மூலம் ஜெபிக்கிறோம் நல்ல பிதாவே. ആമേൻ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം ഉപവസിച്ചുമല്ലാതെയും ഭക്ഷണം കഴിച്ചുമല്ലാതെയും അവധിയെടുത്ത് ഒരുപാട് അസൗകര്യങ്ങളെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ധാരാളം രാജ്യങ്ങളിൽ നിന്ന് വിവിധ തുറകളിലായിരിക്കുന്നവരുടെ അഭിനന്ദനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങൾക്കും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയും അത് ഹൃദയംഗമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം താങ്കൾ നിന്നതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഇങ്ങനെ എത്തിച്ചേരുവാനിടയായത്. കർത്താവിൻ്റെ ശ്രേഷ്ഠരായ അഭിഷിക്തന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസവും നമ്മളോടൊപ്പം കടന്നു വന്ന് ശുശ്രൂഷിച്ചു. ഇത്
ഗ്രേസ് ചാപ്പൽ കുടുംബത്തിന് മാത്രമായി ദൈവം തന്ന ഒരു ശുശ്രൂഷയല്ല ഇത്. ഞങ്ങൾ നന്നായി തിരിച്ചറിയുന്നു ദൈവസഭയ്ക്ക് കർത്താവ് തന്ന ശുശ്രൂഷയാകയാൽ ഞങ്ങളോടൊപ്പം 10,000-കണക്കിന് കർത്തൃദാസന്മാർ അവരുടെ ശുശ്രൂഷകളോട് ഒപ്പം ഞങ്ങളോട് നിൽക്കുന്നത് ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രേയിങ് കേരളയിൽ നടന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൂടെ കൈത്താങ്ങിൽ നിന്ന് ഞങ്ങളുടെ പ്രിയമുള്ളവരെ, ലോകത്തുള്ള എല്ലാ ദൈവദാസിദാസന്മാരെ, പ്രേക്ഷകരെ, ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുമോദിക്കുന്നു. ഇപ്പോൾ ഈ 2 മണിക്കൂറിൽ വന്ന പ്രാർത്ഥന വിഷയങ്ങളാ ധാരാളം വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഓൾട്ടറിൽ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് എടുത്തു പറഞ്ഞ് വായിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും സഹോദരി സഹോദരന്മാർ, ഞങ്ങൾ ഈ ഓരോ വിഷയത്തിനു വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ ഞാൻ പൊതുവായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത ദമ്പതികൾക്കായി ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. 2 കരങ്ങളും താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ ആ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ 2 കരവും യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ അടയാളമായി ഉയർത്തിക്കൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ യേശുവിന്റെ അത്ഭുത കരം ഈ വിഷയങ്ങളുടെ മേലും ഈ ജീവിതങ്ങളുടെ മേൽ വയ്ക്കും. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന ദൈവാത്മാവ്, ജീവിപ്പിക്കുന്ന ദൈവാത്മാവ്, ഓ ജീവിപ്പിക്കുന്ന ദൈവാത്മാവ് ഇപ്പോൾ അവരുടെ മേൽ ഇറങ്ങി തലമുറ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഡോക്ടേഴ്സിനായി, നേഴ്സസിനായി, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിനായി പ്രാർത്ഥിക്കാൻ പോകുക. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ധാരാളം ലോകരാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മയാൽ നിറയ്ക്ക് യേശുവിൻ നാമത്തിൽ. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും വരുമാന മാർഗങ്ങൾ, അത് കൃഷിയാകട്ടെ, ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, ഗവൺമെന്റ് സെക്ടറിലോ പ്രൈവറ്റ് മേഖലയിലോ ആകട്ടെ, സ്വകാര്യ തൊഴിലാകട്ടെ, എവിടെയും യേശുവിന്റെ കരം, യേശുവിന്റെ നാമത്തിൽ ഓരോ ജീവിതത്തിന് മേലും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർ അനുഗ്രഹീതരായി തീരട്ടെ. ദൈവിക വികസനം, ദൈവിക നന്മ അവരുടെ മേൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകുമാറാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കും കർത്താവേ. വിവിധ നിലയിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് ഉച്ച മുതൽ പാദം വരെ, തലമുടി മുതൽ പാദത്തിന്റെ അടിത്തട്ടു വരെ, ഏത് മേഖലയിൽ ബാധിക്കുന്ന ഏത് രോഗമാണെങ്കിലും യേശു നമ്മെ സൗഖ്യമാക്കാൻ ഈ പകലുണ്ട്. യേശുവിന്റെ അടിപ്പിണരുകളാ നമുക്ക് സൗഖ്യം വന്നു വരികയും ആശുപത്രികളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ IC യൂണിറ്റിൽ ഇന്റർനെറ്റിലൂടെ പ്രത്യേക അനുവാദം വാങ്ങിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ കിടക്കയിലാകട്ടെ, എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ രോഗം വഹിക്കുന്നവർ, ആശുപത്രി ചികിത്സയിലായിരിക്കുന്നവർ, ഇപ്പോൾ അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ഞങ്ങൾ അവരുടെ മേൽ അയക്കുന്നു. അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് തന്ന ആലോചനകൾ ഞാൻ സംക്ഷേപിക്കുമ്പോൾ, ശ്രേഷ്ഠരായ ദൈവത്തിന്റെ ഭക്തന്മാരിലൂടെ ദൈവം അറിയിച്ച ആലോചനകൾ നമ്മൾ ഒന്നിച്ച് വേഗം ഒന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ, 18-ാം തീയതി രാവിലെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് വളരെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു, The Spirit of God is going to bring a great change, that which never had happened in the history. ലോക ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുന്ന മാറ്റം സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവ് അയക്കും. രാജ്യത്തിന്റെ മേൽ, നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം, നമ്മുടെ സാമ്പത്തിക മണ്ഡലം, നമ്മുടെ സാംസ്കാരിക കലാമണ്ഡലങ്ങളിൽ, നമ്മുടെ മാധ്യമ രംഗങ്ങളിൽ, എല്ലായിടത്തും വലിയ മാറ്റങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പകരുന്നു. ആത്മീയ നിലവാരത്തിൽ മാറ്റങ്ങൾ തരുന്നു. ഇത് ദൈവത്തിന്റെ ആത്മാവിൽ സമൃദ്ധിയുടെയും ദൈവാത്മാവിൽ നിറവിന്റെയും ദൈവാത്മാവിൽ വിജയത്തിന്റെയും ദൈവാത്മാവിൽ മുന്നോട്ട് ഗമിക്കുകയും ചെയ്യുന്ന നാളുകളാണ്. You are
a son of the destiny. ദൈവം താങ്കളിലൂടെ നിറവേറ്റുവാൻ പദ്ധതിയിട്ട കാര്യങ്ങൾ നിറവേറ്റുന്ന മകനാ നിങ്ങൾ, മകളാ താങ്കൾ. ദൈവത്തിന് ആത്മ പറഞ്ഞു, ഈ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ, ദൈവം ഈ മാറ്റം സംഭവിക്കുമ്പോൾ ഇതുവരെ കേട്ടിരുന്നത് പോലെയല്ല ദൈവ ശബ്ദം. എൻ്റെ ഈ ശബ്ദം താങ്കളുടെ ചെവിയിൽ എത്തുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തിപരമായി താങ്കളെ പേര് ചൊല്ലി താങ്കളുടെ ചെവിയിൽ കേൾക്കാവുന്ന നിലയിൽ താങ്കളോട് സംസാരിക്കുന്ന ദിനങ്ങളായിരിക്കും ഇത്. ബൈബിൾ വായിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിക്കും. ദൈവദാസിദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരി ഓഡിബിൾ വോയിസിൽ, കേൾക്കാവുന്ന ശബ്ദത്തിൽ വളരെ പ്രത്യേകമായി വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് ഇടപെടുന്ന ദിനങ്ങളായത്. ദൈവത്തിന്റെ ആത്മാവിൽ രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച കർത്താവേ, ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. ഈ തലമുറയിൽ ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ നീ മാറ്റണം, ഈ ജീവിതങ്ങളെ മാറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പുതിയ ദൈവികമായ കൂട്ടുകെട്ടുകൾ ജീവിതങ്ങളോട് കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. ദൈവദാസന്മാരോട് പുതിയ കൂട്ടുകെട്ടുകൾ ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിച്ചേർക്കും. ആ കൂട്ടുകെട്ടുകൾ വരുമ്പോൾ, ആ കൂട്ടുകാർ നമ്മോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന പ്രതലത്തിൽ നമ്മൾ നിറവേറ്റും. Apostolic hubs are going to evolve in the world like never before. മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കർത്തൃദാസന്മാർ ദൈവസഭയിൽ ദൈവിക ഐക്യതയും ദൈവ സ്നേഹവും പരിശുദ്ധാത്മ പകരുന്നു. സഹോദരങ്ങളായി കർത്താവിന്റെ വേലയിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. ഈ മാറ്റം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, സ്ട്രാറ്റജീസ് വിൽ ചേഞ്ച്. പുതിയ പ്രവർത്തന രീതികളെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി തരും. യേശുവിന്റെ നാമത്തിൽ താങ്കളുടെ ബിസിനസ്സിലാകട്ടെ, താങ്കളുടെ ജീവിതത്തിലാകട്ടെ, കൃഷിയിടങ്ങളിലാകട്ടെ, ഏത് മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വ്യത്യസ്തമായ പ്രവർത്തന ശൈലിക്ക് വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ജീവിതത്തിന്റെ മേലെ ദൈവികമായ പുതിയ സ്ട്രാറ്റജീസ് വരട്ടെ. ബെസലേലിനെ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറച്ച കർത്താവേ, അത് ആ തലമുറയിൽ ഒതുങ്ങിയില്ലല്ലോ. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്പിരിറ്റ് ഓഫ് എക്സലൻസ് കം ലോർഡ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ തേജസ് ഇറങ്ങട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. Glory to the Lord. Oh hallelujah. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ ദൂത് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ആ മാറ്റത്തിന്റെ, ദൈവത്തിന്റെ ആത്മാവ് വരുത്തുന്ന മാറ്റത്തിൽ എനിക്കും താങ്കൾക്കും വലിയൊരു പങ്കുണ്ട്. കർത്തൃദാസനെ താങ്കൾക്കൊരു വലിയ പങ്കുണ്ട്. കർത്തൃദാസിയെ താങ്കൾക്കൊരു വലിയ പങ്കുണ്ട്. ആ ഭവനത്തിലായിരിക്കുന്ന അമ്മച്ചിയോട്, അപ്പച്ചനോട്, യുവാവിനോട്, യുവതിയോട്, ഭർത്താവിനോട്, ഭാര്യയോട് പറയട്ടെ, ആൺമകനോട്, പെൺമകനോട് പറയട്ടെ, ദൈവാത്മാവ് ഈ ലോകത്തിൽ വരുത്തുന്ന ദൈവികമായ മാറ്റത്തിൽ താങ്കൾക്കും ഒരു വലിയ പങ്കുണ്ട്. അതിനുവേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതമാ താങ്കൾ. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്. നിങ്ങൾ ഒരു മാറ്റത്തിന്റെ വക്താവാ. കർത്താവൻ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ സഭയിൽ, എൻ്റെ രാജ്യത്ത്, എൻ്റെ രാജ്യങ്ങളിൽ വരേണ്ടതിന് എന്നെ ദൈവമേ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. പതിനായിരങ്ങൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ കരങ്ങൾ ഉയർത്തുമ്പോൾ, ദൈവാത്മാവേ എന്നെ ഉപയോഗിക്കണമേ. നീ ആഗ്രഹിക്കുന്ന മാറ്റം വരേണ്ടതിന് എന്നെ ആ മാറ്റത്തിന്റെ വക്താവായി എന്നെ ഉപയോഗിക്കണമേ. Lord, use me, Lord, as an agent of change which you are about to release over the planet Earth, Lord. ഈ ഭൂമിയുടെ മേൽ അവിടുന്ന് കൊണ്ടുവരുന്ന മാറ്റത്തിന്റെ വക്താവാക്കി അവിടുന്ന് എന്നെ ഉപയോഗിക്കണമേ. ഈ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധിക്കാം. ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങും. തിങ്കളാഴ്ച പകൽ വീണ്ടും ഇതേ പ്ലാറ്റ്ഫോമിൽ ഹാർവസ്റ്റ് ടിവിയിൽ പ്രാർത്ഥന കേരളത്തിൽ നമുക്ക് കാണണം. അതത് സ്ഥലം സഭകളിൽ നാളെ പ്രകൽ ദൈവജനം ദൈവത്തെ ആരാധിക്കണം.
യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വിടുതലുകൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. മീതെ ആകാശം ഓരോരുത്തരുടെ മേലും തുറക്കപ്പെടട്ടെ. ദൈവം അയക്കുന്ന മാറ്റത്തിന്റെ വക്താക്കളാക്കി ഓരോരുത്തരുമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ we bless everyone that each of us will become an agent of change which the Lord is bringing over this planet earth. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ചു ചേർന്ന് ദൈവാത്മാവേ ദൈവാത്മാവേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ എല്ലാവരും ദൈവാത്മാവേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും ഇതുവരെ എബനേസറാ എന്നോട് കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി നിന്നിതാ ഇതുവരെ എബനേസറാ എന്നോട് കൂടെയും ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ ദൈവാത്മാവേ 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 ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കൂ ആരാധിക്കും ഇതുവരെ എബനേസറാ എന്നോട് കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ ഇരുൾ മൂടിയ എബനേസറാ എന്നോട് കൂടെയും ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി വന്നിതാ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ യെസ് ലോർഡ് അങ്ങേ ആരാധിക്കൂ ചേർന്ന് കരങ്ങളെ അടിച്ച് ദൈവാത്മാവേ 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 എല്ലാവരും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കൂ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കൂ ഇതുവരെ എബനേസറാ എന്നോട് കൂടെ ഇത്രത്തോളം സഹായിച്ച ദൈവം തുടർന്നും വിജയത്തുന്ന വിജയത്തിലേക്ക് താങ്കളെ കുടുംബമായി നടത്തട്ടെ ഞങ്ങളൊന്ന് ആശംസിക്കുന്നു.